ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണല്ലോ അല്ലേ? നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കൺഫേം ചെയ്യാമോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓക്കെ, നമ്മൾ ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ചിട്ടാണ് 2025 എനാക്ട് ചെയ്തിട്ടുള്ള 2025 ഇൻകം ടാക്സ് ആക്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൽ 2026 April 1 തൊട്ടാണ് നമുക്കിത് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്കഷൻ, എന്താണ് ഇൻകം ടാക്സ് ആക്ട് 2025, എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തോളൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ. സ്ക്രീൻ വിസിബിൾ ആണോ? സ്ക്രീൻ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇൻകം ടാക്സ് ആക്ട് 2025 കുറിച്ചാണ്. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നമ്മളുടെ ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ എഴുതിയിരിക്കുന്ന പോലെ ഫ്രം കോംപ്ലക്സിറ്റി ടു ക്ലാരിറ്റി. ഒരു 1961 ആക്ടിലെ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ആക്ടാണ് 2025 ആക്ട്. അപ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു പ്രോഗ്രാം എങ്ങനെയാണ്, നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്, നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ 1961 ആക്ട് 2025 അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ 2025 ആക്ട് ഉണ്ടല്ലോ, 2025 ആക്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒരു ബേഡ്സ് ഐ വ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. നമുക്കൊരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു 1.5 hours കൊണ്ട് നമുക്ക് കംപ്ലീറ്റ്ലി ഇൻകം ടാക്സ് ആക്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ് ഒരു ബേഡ്സ് ഐ വ്യൂ എന്തൊക്കെയാണ് നമ്മുടെ 2025 ആക്ടിൽ പറയുന്നത്. മാത്രമല്ല, ഒരു ട്രാൻസിഷൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ 1961 ഇതൊരു റിലേ പോലെയാണല്ലോ, ഒരു ബാറ്റൺ എടുത്ത് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ് ആ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അപ്പോൾ ട്രാൻസിഷൻ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്. ദെൻ നമുക്ക് ഇൻകം ടാക്സ് ആക്ട് എങ്ങനെ പഠിക്കാം, കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് എങ്ങനെ പഠിക്കാം. അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്. നമ്മളുടെ ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞു. നമ്മളൊരു 8:30, മേ ബി ചിലപ്പോൾ അതിന് മുമ്പ് ഒരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഒക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ ഒരു 8:30 വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്തായിരിക്കാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണത്. ദെൻ ഇനി മറ്റൊരു കാര്യം പ്രത്യേകം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു ഫ്രീ വെബിനാറാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വെബിനാറാണ്. അപ്പോൾ നിങ്ങൾ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റിൻ്റെ ഇടയിലാണ്, നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ കുറച്ച് പ്രോഗ്രാമിൻ്റെ ഇടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് റൈറ്റ് സൈഡിൽ താഴെ നിങ്ങൾക്ക് ലീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കാരണം ഇത് അത്രയും സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോറാണിത്. ഫ്രീ ആണ് എന്നതുകൊണ്ട് ഇത് സീരിയസ്നെസ് ഇല്ലാതാവുന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളിതിൽ ആ ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ടാവണം എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഞാൻ അത്രയും ടൈം കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ദെൻ നിങ്ങൾക്കൊരു നോട്ട് പാഡ് അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം നമ്മൾ പറയാൻ പോകുന്ന ഇനി ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നിങ്ങളൊരു വാട്ടർ ബോട്ടിലൊക്കെ, നിങ്ങൾ വെള്ളം കുടിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രൈമറി കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ആക്ട് എന്താണ്, അങ്ങനത്തുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിന് മുൻപ് ഞാനൊന്ന് ആക്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വിത്ത് യുവർ പെർമിഷൻ ഞാനൊന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ഓക്കെ? കാരണം നമ്മൾ ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അതിൽ പല ആളുകൾക്കും ചിലപ്പോൾ എന്നെ അറിയായിരിക്കും. ഈസ് ഇറ്റ് ഓക്കെ വിത്ത് യുവർ പെർമിഷൻ? ഓക്കെ. ദെൻ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ലാസ്റ്റ് ഒരു 17 years ആയിട്ട് ഞാൻ പ്രാക്ടീസിലാണ്. ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ തൃശ്ശൂർ ചാപ്റ്ററിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞാൻ. 2013-16 ആയിരുന്നു, ഏകദേശം ഒരു 10 വർഷം മുമ്പൊക്കെ ഞാനവിടെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ ബ്രാഞ്ചിൻ്റെ തന്നെ ട്രഷററായിരുന്നു. അവിടെ സ്റ്റുഡൻസ് വിങ്ങിൻ്റെ ചെയർമാൻ, സിക്കാസ ചെയർമാൻ ആയിരുന്നു. പിന്നെ എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഇൻകം ടാക്സും ആണ്. അതായത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെന്ന് കരുതി ഒരുപാട് ഏരിയകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ എല്ലാത്തിലും എനിക്കങ്ങനെ വലിയ എക്സ്പെർട്ടൈസ് ഒന്നുമില്ല. അത്യാവശ്യം എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള തോന്നിയിട്ടുള്ള 2 ഏരിയകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും
ദെൻ ഇൻകം ടാക്സും ആണ്. അപ്പോൾ നിങ്ങൾ AAU ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ AAUമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ പല സെഷൻസും ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫാക്കൽറ്റി ഓഫ് AAU ആണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സിൻ്റെയും റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഫാക്കൽറ്റിയാണ്. മാത്രമല്ല ചിലപ്പോൾ നിങ്ങളിൽ ചില ആളുകളൊക്കെ ചിലപ്പോൾ മലയാള മനോരമ സമ്പാദ്യത്തിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ധനം എന്നുള്ളൊരു മാഗസീനിലൊക്കെ. അങ്ങനെ ഒരു പേഴ്സണൽ ഫിനാൻസ് മാഗസീനിൽ പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആർട്ടിക്കിൾസ് എഴുതാറുള്ളതാണ്. ദെൻ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നത് എന്ന് എനിക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. കാരണം പല ആൾക്കാരും ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും. അതായത് എനിക്കൊരു സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറച്ച് ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് മൈ CA എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളവിടെ ഷെയർ ചെയ്യാറുണ്ട്. ഒരു മോർ ദാൻ 1 ലാക്ക് ഇപ്പോൾ ഏകദേശം ഒരു 1,50,000 ഫോളോവേഴ്സ് അതിലുണ്ട്. ദെൻ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമാണല്ലോ ഇപ്പോൾ പലരുടെയും ട്രെൻഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമാണല്ലോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം ഒരു 1,34,000-ഓളം ഫോളോവേഴ്സ് ഉണ്ട്. എനിക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. ഫേസ്ബുക്ക് പ്രൊഫഷണൽ അക്കൗണ്ടിൽ നിയർലി 1 ലാക്ക്, ഇപ്പോൾ ഏകദേശം ചിലപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് അതൊരു 1 ലാക്കിൻ്റെ അടുത്ത് എത്തും. ഇപ്പോൾ 99K ഫോളോവേഴ്സ് ഉണ്ട്. മറ്റ് പേജുകളിലൊക്കെ ആയിട്ട് അപ്പോൾ ഏകദേശം ഒരു 3.5 ലാക്സിൻ്റെ ഒക്കെ അടുത്ത് നമുക്കൊരു സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി നമുക്കുണ്ട് എന്നർത്ഥം. അവിടെയൊക്കെ പലപ്പോഴും ഇൻകം ടാക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ ഷെയർ ചെയ്യാറായിട്ടുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ അതായത് ഞാൻ എന്നെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ജസ്റ്റ് ഫോർ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ്, അതായത് എൻ്റെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ്. നിങ്ങൾ എവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ ഒരു പ്ലേസ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിരിക്കും. ജസ്റ്റ് ഒന്നൊരു ഓക്കെ, കൊടുങ്ങല്ലൂർ, മുജീബ് കൊടുങ്ങല്ലൂരാണ്, കോട്ടയത്ത് നിന്നുണ്ട്, കുറ്റിപ്പുറം, വടകര, ദെൻ സംഗമേശ്വരൻ മുംബൈയിലാണുള്ളത്, ആൻ്റണി കണ്ണൂർ, അങ്ങനെ ഒരുപാട്, ഇപ്പോൾ കൊടുങ്ങല്ലൂർ, ഇരിഞ്ഞാലക്കുട, ട്രിവാൻഡ്രം, ഹായ് സംഗമേശ്വരൻ, ദെൻ മലപ്പുറം, പൊന്നാനി, അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇരിഞ്ഞാലക്കുടയിൽ നിന്ന്, മലപ്പുറം, തൃശ്ശൂർ. ഓക്കെ ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നും അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ബാംഗ്ലൂർ ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഇരിഞ്ഞാലക്കുട. ഓക്കെ, ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുടയാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഓൾമോസ്റ്റ് ഈ ഇന്ത്യയുടെ പല സ്ഥലത്തുനിന്നും ആളുകൾ, കേരളത്തിൻ്റെ പല സ്ഥലത്തുനിന്നും ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ജേണി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത് ഇങ്ങനൊരു കോഴ്സ് ഉണ്ട് എന്നുള്ളത്? നിങ്ങൾ സോഷ്യൽ മീഡിയ വഴിയാണോ അറിഞ്ഞത് എന്നെനിക്ക് അറിയാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? ഓൾമോസ്റ്റ് ഒരുപാട് ആളുകൾ ഞാനായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. വാട്സപ്പ് വഴിയാണ് അറിഞ്ഞിരിക്കുന്നത്, FB വഴിയാണ് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൈ CA വഴിയാണ് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഒക്കെ വഴി ഒരുപാട് ആളുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നമുക്കിനി ഡയറക്റ്റ്ലി നമുക്ക് അടുത്ത ഒരു നമ്മൾ ഡയറക്റ്റ്ലി നമ്മൾ ആക്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടിട്ടുള്ളൊരു കോട്ടാണ്, ദ ജേണി ഓഫ് 1,000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. അതായത് ഒരു 1,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,000 മൈൽസുകളുള്ള ഒരു യാത്രയാണെങ്കിൽ പോലും ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ നിന്നാണ് എന്ത് ചെയ്യണത്, അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ സ്റ്റെപ്പിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഒരു ശീലമാണ്, നമുക്ക് ഇൻകം ടാക്സ് ആക്ട് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി, നമ്മൾ ബുക്കൊക്കെ നമുക്കിപ്പോൾ സോഫ്റ്റ് കോപ്പിയൊക്കെ ഉള്ള കാരണം എല്ലാവരുടെ കയ്യിലും PDF ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ബുക്കൊക്കെ കിട്ടിയിട്ടുള്ള ആളുകൾ അവിടെ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ആരും ഇതങ്ങോട്ട്, പലരും ഏപ്രിൽ 1-ാം തീയതി 2026 തൊട്ടാണല്ലോ പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് നമുക്കിതൊന്ന് മറച്ചു തുടങ്ങാം എന്നൊക്കെ ആയിരിക്കും പലരും വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇന്ന് തൊട്ടങ്ങോട്ട് തുടങ്ങാം. അതല്ലേ അതിൻ്റെ ഒരു ശരി? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ഇപ്പോൾ തൊട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം. ഈസ് ഇറ്റ് ഓക്കെ? ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇൻകം ടാക്സ് ആക്ട് എന്താണ് എന്ന് നമുക്കൊന്ന് പഠിച്ചു തുടങ്ങാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളിൽ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞ പോലെ, നമ്മൾ ആദ്യം ഇൻകം ടാക്സ് ആക്ട് 1961 2025 മാറാനായിട്ട് എന്തായിരുന്നു കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ 1961 നമ്മളുടെ ആക്ട് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ 1961 തൊട്ട് 2024 വരെ ഏകദേശം ഒരു 64 വർഷത്തോളം ഈ ഒരു ആക്ടിമിലായിരുന്നു നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഫിനാൻസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ട് പോലെയില്ല. എന്തതിൻ്റെ പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും ഒരു ഫിനാൻസ് ആക്ട് ഇറങ്ങുന്നുണ്ട്. ആ ആക്ട് ഇൻകം ടാക്സ് ആക്ടിന് എന്ത് ചെയ്യും, ഇങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോർ ദാൻ 64, അപ്പോൾ ഇതും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പോൾ ഇലക്ഷൻ ഇയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ബഡ്ജറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ചിലപ്പോൾ നമുക്ക് ഈ ഒരു മിനിമം 64 ടൈംസ് എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ 1961 ഒരു ആക്ട് കൊണ്ടുവന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, സബ്സിക്വൻ്റ്ലി ഇതിങ്ങനെ അമെൻഡ് ചെയ്ത് ഇതിങ്ങനെ ഒരു ബൾക്ക് ആക്റ്റായിട്ട് ഇങ്ങനെ മാറി, പതുക്കെ പതുക്കെ അറിയാതെ തന്നെ എന്ത് ചെയ്തു, നമ്മളിങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്ന ആളുകളുടെ ശീലം പോലെ നമ്മളിങ്ങനെ കഴിച്ച് 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 തടി വയ്ക്കുമല്ലോ. അതേപോലെ ഇൻകം ടാക്സ് ആക്ട് ഒരു ബൾക്കായിട്ട് മാറി നടത്തും. ഒരു 10-64 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി. അത്രയധികം അമെൻമെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് നടത്താം. അപ്പോഴാണ് 2025, അതായത് നമ്മുടെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് നിർമ്മല സീതാരാമൻ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് നമ്മളിതൊന്ന് പൊളിച്ചെഴുതണം എന്ന് പറഞ്ഞിട്ട് പുതിയ ഒരു ആക്ട് വരുന്നു. അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കണം, അപ്പോൾ റൈറ്റ് സൈഡിൽ ഞാൻ അവിടെ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫോർ ഡിസൈൻഡ് ഫോർ ക്ലാരിറ്റി ആൻഡ് ഡിജിറ്റൽ ഇന്ത്യ. അതായത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു കേട്ടോ. 1961 നിന്ന് നമ്മൾ 2025 എത്തിയപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. പ്രത്യേകിച്ച് 1961 നമ്മളിത് ഈ ആക്ട് തുടങ്ങിയ സമയത്ത് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റോ എങ്ങനെയൊന്നും പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മളിരുന്ന് സംസാരിക്കും എന്നൊന്നും ഈ ഒരു ഓൺലൈൻ ഇതായിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നൊന്നും 1961 ഒരാൾ സ്വപ്നം കണ്ടിട്ട് പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ പക്ഷെ ഇപ്പോൾ കാലം മാറി. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, ഒരു ആക്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ അതത്ര ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതാണ് ഒരു വൺ ഓഫ് ദ റീസൺ എന്ത് ചെയ്യാനായിട്ട് അത് ബൾക്കായി വന്നു. നമുക്കത് നോക്കാം എന്തുകൊണ്ട്, എങ്ങനെയാണ് ഇത് ബൾക്കായത് എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, നമുക്കൊന്ന് കറക്റ്റായിട്ട് നോക്കാം. എന്തായിരുന്നു 1961 ആക്ടിലെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1961 ആക്ടിൽ ഏകദേശം ഒരു 298 സെക്ഷനായിട്ടുള്ളത്. പക്ഷേ ഒരു എഫക്റ്റീവ് സെക്ഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 819, അതായത് 819 സെക്ഷൻസ് നമ്മളുടെ ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1200+ പ്രൊവിസോസ് ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ആക്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ വായിച്ചു നോക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഒരു സെക്ഷനിൽ ഒരു കാര്യം വായിച്ചു നോക്കുമ്പോൾ അതിന് താഴെ വേറൊരു വരി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതായത് പ്രൊവൈഡഡ് ഫർദർ ദാറ്റ്, അതായത് ഈ പറഞ്ഞത് കൂടാതെ ഇനി വേറെയും കുറച്ച് കഥകളും കൂടി വരുന്നുണ്ടെന്ന് അർത്ഥം. ഇനി അതും പോരാതെ, അതായത് നമ്മൾ ഒരു സംഭവം വായിച്ചു നോക്കുമ്പോൾ പ്രൊവിസോസ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വേറൊരു സംഭവം കാണാം, ഒരു എക്സ്പ്ലനേഷൻസ് എന്ന് പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ കാണാം. അതായത് ഇതൊന്നും പോരാതെ ആക്ച്വലി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ റൂൾസ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ പ്രൊവിസോസ് ഉണ്ട്, എക്സ്പ്ലനേഷൻസ് ഉണ്ട്. ഇതൊക്കെ കൂടി വായിച്ചു നോക്കിയാലാണ് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാനതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ സെക്ഷൻ 115 എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട് ഇൻകം ടാക്സ് ആക്ടിൽ. ഒരു ബാലികാറാമല എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, 1961 ഒറിജിനലി ഈ 115 എന്ന് പറഞ്ഞൊരു ഒറ്റ സെക്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ABC എന്ന് പറഞ്ഞിട്ട് 115BAC നമ്മളുടെ ന്യൂ ടാക്സ് റെജിം. അപ്പോൾ ആ സെക്ഷനാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സെക്ഷനാണ് അമെൻഡ് ചെയ്യാനായിട്ട്. അതുമ്മ കയറി ചാഞ്ഞ് കിടക്കുന്ന മരം പോലെയാണ് 115 എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ആൾക്കാർ അതുമ്മ കയറി, അതായത് എല്ലാ വരുന്ന ഫിനാൻസ് മിനിസ്റ്റേഴ്സും അതുമ്മ കയറിയിട്ടാണ് കത്തിരിക വെക്കാറുള്ളത്, അതുമ്മ കയറി കണക്ട് ചെയ്യാറുള്ളത്. അപ്പം അതിങ്ങനെ ആഡ് ചെയ്ത് പോയിട്ട് 115A അല്ലെങ്കിൽ AB BA, നമ്മൾ ഈ എറണാകുളത്ത് കൂടിയൊക്കെ അല്ലെങ്കിൽ നമ്മൾ തൃശ്ശൂർ ടൗണിൽ കൂടിയൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല നമ്പറുകൾ കാണുമല്ലോ, KL8CA BA DA എന്നൊക്കെ പറഞ്ഞ് കാണുന്ന പോലെ നമുക്ക് ഈ 115 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇതുപോലെ ലെറ്ററുകൾ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ ആൽഫബറ്റ്സിൻ്റെ ഒരു കളിയാണെന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ഇവോൾവ് ചെയ്ത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 110 കൂടുതൽ സെക്ഷൻ തന്നെ ഈ 115 ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് ഇൻകം ടാക്സ് ആക്ടിൽ ഒരു സെക്ഷനാണ് 115, ഈ 115 തന്നെ അറൗണ്ട് 110 സെക്ഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മഹാഭാരതമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഭഗവത്ഗീത വേണമെങ്കിൽ വേറൊരു ബുക്കായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അതേപോലെ 115 വേണമെങ്കിൽ വേറൊരു ബുക്കായിട്ട് വേണമെങ്കിൽ മാറ്റി നിർത്താം. ഇതുപോലെയാണ് 115. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു കോംപ്ലക്സിറ്റി. അതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകളുണ്ടല്ലോ. അതായത് ഇപ്പോൾ നോൺ റെസിഡൻറ്റ് ടാക്സേഷൻ ഉണ്ട്, മാറ്റ് ഉണ്ട്, AMT ഉണ്ട്, അല്ലെങ്കിൽ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൻ്റെ ടാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ അതും ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ 115 തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം
നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ കോംപ്ലക്സിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇൻകം ടാക്സ് ആക്ട് കോംപ്ലക്സ് ആണെന്ന്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വായിച്ച് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തിരി കോംപ്ലക്സ് ആണെന്ന്? നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യാമോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇൻകം ടാക്സ് ആക്ട് കുറച്ച് കോംപ്ലക്സ് ഉള്ള അല്ലെങ്കിൽ കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ള സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, വെരി കോംപ്ലിക്കേറ്റഡ് എന്നാണ് പറയുന്നത് സംഗമേശ്വരൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണം കേട്ടോ, വേറെ കാരണമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ കാരണം. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് 2025 വന്നപ്പോൾ എന്താ സംഭവിച്ചേക്കണമെന്ന് നമുക്ക് നോക്കാം. 2025 വന്നപ്പോൾ, പുതിയ ആക്ട് വന്നപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞു എഫക്റ്റീവ് സെക്ഷൻ എത്ര ഉണ്ടായിരുന്നു, 819 ഉണ്ടായിരുന്നു. ഇവിടെ 2025 വന്നപ്പോൾ 536 സെക്ഷൻസ് ആക്കിയിട്ട് അത് കുറച്ചു നടത്താം. ഇനി ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 47 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, ഇവിടെ അത് 23 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഇനി വേർഡ് കൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5,12,000 വേർഡ്സ് ആണ് ഉണ്ടായിരുന്നത് ഇൻകം ടാക്സ് ആക്ട് 1961. അതിനെ നമ്മൾ എത്രയാക്കിയിട്ട് കുറച്ചും, ഏകദേശം എനിക്ക് തോന്നുന്നു പകുതിയോളം കുറച്ചു നടത്തും. 49% റിഡക്ഷനാണ്, അതായത് 2.60 ലാക്സ് വേർഡ്സ് ആക്കിയിട്ട് കുറഞ്ഞു നടത്താം. മാത്രമല്ല, ഇത് മാത്രമല്ല കേട്ടാ, അതായത് കുറേ കാര്യങ്ങളൊന്ന് ക്ലീൻ ആക്കി നടത്തും, ഒരു 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 ശുദ്ധികലശം നടത്താമെന്നൊക്കെ പറയില്ലേ നമ്മൾ, അതാണ് ഉണ്ടായത് നടത്തുന്നത്. അതായത് ഏകദേശം 1,200ഓളം, നമ്മൾ നേരത്തെ കുറേ പ്രൊവിസോസ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ 1,200ഓളം പ്രൊവിസോസ്, അതുപോലെ തന്നെ 900-ലധികം എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് അങ്ങോട്ട് എടുത്ത് കളഞ്ഞു. പിന്നെ ഈ പുതിയ ആക്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഈ പ്രൊവിസോ, അതായത് ഈ പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കസർത്തുകളൊന്നും ഇനി നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസും ഒന്നുമില്ല. അപ്പം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്ന് ക്ലീൻ ആക്കി നടത്തും, കറക്റ്റായിട്ടൊന്ന് ഒരു ക്ലീൻ ആക്കിയിട്ട് എഴുതി. ഇനി മാത്രമല്ല, വലിയൊരു കാര്യം നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ഒരു ന്യൂ കൺസെപ്റ്റ്, ടാക്സ് ഇയർ എന്നുള്ളൊരു ന്യൂ കൺസെപ്റ്റ് കൊണ്ടുവന്നു. അതായത് നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ് അസസ്മെൻ്റ് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ. അതിൻ്റെ കൂടാതെ പിന്നെ വേറൊരു ഫിനാൻഷ്യൽ ഇയർ. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഇയറുകൾ വെച്ചിട്ടുള്ളൊരു കസർത്തുകളൊക്കെ ആയിരുന്നു. അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഫിനാൻസ് ആയിട്ട് ഫീൽഡുള്ള ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, എന്നാലും പലപ്പോഴും നമ്മളൊക്കെ തന്നെ സി ഓഫീസിലോ ടാക്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ ഓഫീസിലൊക്കെ ഇരിക്കുന്ന ആളുകൾ തന്നെ അസസ്മെൻ്റ് ഇയറൊക്കെ മാറി ടാക്സ് അടച്ചിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തന്നെ എന്താണ്, ഇതൊരു കോംപ്ലിക്കേഷനാണ്. അങ്ങനെ തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? അതായത് ഈ പ്രീവിയസ് ഇയർ, അസസ്മെൻ്റ് ഇയർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചേക്കാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടില്ലേ നിങ്ങൾക്ക്? ഈ ഒരു ആക്ട് തന്നെ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചേക്കാണോ എന്നുള്ളത്. യെസ്, അതായത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇതുപോലെ അസസ്മെൻ്റ് ഇയർ, പ്രീവിയസ് ഇയർ എന്നൊക്കെ പറഞ്ഞ ഇതുപോലെ കുറേ ജാർഗൺസ്. അപ്പോൾ ഇതിനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഇതിനെ കംപ്ലീറ്റ്ലി നമ്മളിവിടെ ഒരു ടാക്സ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ഒരു വലിയൊരു കാര്യം വന്നേക്കുന്നത് 2025 എപ്പോഴും എടുത്ത് പറയുന്നത്. പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, ഇപ്പോൾ 2025 ടാക്സ് ഇയർ എന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ദെൻ നമുക്ക് അപ്പോൾ 2025 ആക്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്ത സമയത്ത് എന്തായിരുന്നു അതിൻ്റെ ഒരു കോർ ഫിലോസഫി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിംപ്ലിഫിക്കേഷനാണ്. അതായത് അത്രയും സിമ്പിളായിട്ട് കാര്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം എന്നുള്ളൊരു ഇതാണ്. ആ ഒരു ഫിലോസഫി വെച്ചിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻകം ടാക്സ് ആക്ട് 2025 ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് മാത്രമല്ല, കറക്റ്റ് ഒരു ക്ലാരിറ്റി, നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം വായിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് മനസ്സിലാവണം. അത് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു സെക്ഷൻ ഒരു ക്രോസ് റെഫറൻസ് നടത്തി, അല്ലാന്നുണ്ടെങ്കിൽ പ്രോവിസോ വായിച്ച് നോക്കിയിട്ട് എക്സ്പ്ലനേഷൻ വായിച്ച് നോക്കിയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോകുന്നില്ല. മാത്രമല്ല, നമുക്കൊരു ആക്സസിബിലിറ്റി, ഇപ്പോൾ പ്രാക്ടീഷണേഴ്സ് ആയാൽ പോലും നമുക്ക് കുറച്ചും കൂടി ഒരു ക്രോസ് റെഫറൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നേരെ ഒരു കാര്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കണ പോലെ. പിന്നെ ഒരു കാര്യം വരണത്, ഇതാണ് വേറൊരു ആംഗിൾ വരുന്നത് കേട്ടോ, അതായത് ഒരു മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഒരു ഡിജിറ്റലൈസേഷൻ എന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ലെസ് അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു, അപ്പോൾ ഒരു മോഡേണൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റി, അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. മുമ്പ് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മോഡേണൈസേഷൻ പല പല സമയത്തായ കാരണം ഇതിനെ പല പല സെക്ഷനുകളിലും എന്ത് ചെയ്തേക്കാണ്, ഇങ്ങനെ അഡോപ്റ്റ് ചെയ്ത് അവിടെ ഇവിടെ ആയിട്ട് എന്ത് ചെയ്തേക്കാണ്. അപ്പോൾ അതിനൊരു കംപ്ലീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിരിക്കും ചിലപ്പോൾ ഫേസ്ലെസ് അസസ്മെൻറ്റ് 144(b)യിൽ അതൊന്നും കറക്റ്റ് അവിടെ ഫിറ്റ് ചെയ്യേണ്ട ഒരു സംഭവങ്ങളല്ല. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി വരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ. ഇപ്പോൾ ഇത് പലപ്പോഴായിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് അപ്പോൾ ഒരു മോഡേണൈസേഷൻ കുറച്ചൊരു നമ്മളൊരു ഒരു പ്ലാൻഡ് സിറ്റി എന്നൊക്കെ പറയില്ലേ, ഒരു സിറ്റി പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതേപോലെയാണ് മോഡേണൈസേഷൻ ത്രൂ ഔട്ട് ദ ഇൻകം ടാക്സ് ആക്ട് 2025 നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ശരിക്കും. മാത്രമല്ല,
നമുക്കൊരു കൺസോൾട്ടേഷൻ ഉണ്ടല്ലോ, അതായത് നമുക്ക് പല സെക്ഷനുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചു എന്നർത്ഥം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ചാപ്റ്ററുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. അതിങ്ങനെ പലപ്പോഴും സെക്ഷൻ 10-ൽ അല്ലാന്നുണ്ടെങ്കിൽ 11-ൽ 12-ൽ 80Gയിൽ 1023C ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്തൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ചാപ്റ്റർ കൊണ്ടുവന്നു, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഷെഡ്യൂളുകൾ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒരു പ്രസൻറ്റേഷനിലേക്ക് വരാനായിട്ട് 2025 ആക്ടിന് പറ്റിയിട്ടുണ്ട്. നമുക്ക് നമുക്ക് കാണാം, ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ, എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ദെൻ കീ ടെർമിനോളജി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, അതായത് ടാക്സ് ഇയർ എന്നുള്ളത് ചാരിറ്റബിൾ പർപ്പസ് റിലേറ്റീവ്സ് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ. ദെൻ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിൻ്റാണ്, ഇതൊരു അസസ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി മുമ്പത്തെ ഒരു ലെഗസി അപ്രോച്ച് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ജൂറിസ്ഡിക്ഷണൽ അസസ്മെൻ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എനിക്കിപ്പോൾ ഞാൻ ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 7-8 വർഷം മുമ്പൊക്കെ നമ്മൾ ഇൻകം ടാക്സ് ഓഫീസിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാനെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഹിയറിങ്ങിന് പോകണം. ഞാനിപ്പോൾ തൃശ്ശൂർ ഹിയറിങ്ങിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ നാടൻ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു പെട്ടി വണ്ടിയൊക്കെ വിളിച്ച് പോകേണ്ടി വരും. അതായത് ഒരു ചാക്ക് കെട്ട് ബുക്കും പരിപാടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ അത്രയധികം കൊണ്ടുവന്ന് നമ്മൾ നേരെ മുകളിലേക്ക് പോകേണ്ടതായിട്ട് വരും. മേ ബി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, പ്രാക്ടീഷണർ ലെവലിൽ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അതായത് അത്രയും അധികം ഒരു ഹെവി നമുക്കൊരു ഒരു ഹിയറിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും വലിയൊരു ബുക്കും ബാണ്ടക്കെട്ടൊക്കെ ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ നമുക്ക് ഇൻകം ടാക്സ് ഹിയറിങ്ങിൻ്റെയൊക്കെ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഒഴിവാക്കി നടത്താം. ഇപ്പോൾ ജൂറിസ്ഡിക്ഷണൽ അസസ്മെൻറ്റ്, അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള വെരിഫിക്കേഷൻസ്, അപ്പോൾ കംപ്ലീറ്റ്ലി റൈറ്റ് സൈഡിൽ നമ്മുടെ ഒരു ക്ലൗഡ് ബേസ്ഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫേസ്ലെസ് അസസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് കംപ്ലീറ്റ്ലി ഒരു മോഡേണൈസേഷൻ കൊണ്ടുവരാനായിട്ട് 2025 ആക്ടിന് പറ്റിയിട്ടുണ്ടെന്നർത്ഥം. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഫിലോസഫി ബിഹൈൻഡ് ദ ആ ഒരു റീഡ്രാഫ്റ്റ് ഉണ്ടല്ലോ, എക്സാക്ട്ലി ഇതൊക്കെ തന്നെയായിരുന്നു. ദെൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്ററിൻ്റെ ഓർഗനൈസേഷനും അതേപോലെ തന്നെ ജസ്റ്റ് ഒരൊറ്റ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാപ്റ്റർ 6-ൽ തന്നെ 1961-ൽ നമുക്കിവിടെ അഗ്രിഗേഷൻ ഓഫ് ഇൻകം ഉണ്ട്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഡക്ഷൻസിന് ചാപ്റ്റർ 6A ഉണ്ട്, വേറൊരു ചാപ്റ്റർ 6Bയും കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒമിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് അവിടെ അതുപോലെ തന്നെ ഒരു തിരിശേഷിപ്പ് പോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ 1961 ആക്ടിൽ ഇതുപോലെ ഇങ്ങനെ കുറേ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും അത് അവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചാപ്റ്റർ 6-ന് നമ്മളിപ്പുറത്തെ സൈഡിൽ നമ്മൾ ആ ചാപ്റ്റേഴ്സിന്, അതായത് ചാപ്റ്റർ 6 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഗ്രിഗേഷനാണ്, അല്ലെങ്കിൽ 7 ലോസസ് ആണ്, ദെൻ 8 ആണെന്നുണ്ടെങ്കിൽ ഡിഡക്ഷൻസ് ആണ്. കുറച്ചും കൂടി ഒരു 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 ലോജിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നർത്ഥം ഇതുപോലെയുള്ള കാര്യങ്ങൾ. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ടിൽ ഇതുപോലെ തന്നെ ഒബ്സലേറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ 1961-ൽ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ നേരെ ഫ്രഷ് ആയിട്ടാണല്ലോ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞു എന്നർത്ഥം. ഇപ്പോൾ ഈ റെസ്ട്രിക്ഷൻ ഓൺ ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ 6A കഴിഞ്ഞിട്ട് ചാപ്റ്റർ 6B എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ നമ്മൾ 80U വരെ പലരും, അത് കഴിഞ്ഞിട്ട് 80V അല്ലെങ്കിൽ 80VV എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെക്ഷനുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക്, നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം. ഇതാ, അപ്പോൾ ഇതുപോലെയുള്ള സെക്ഷനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ പാരൻറ്റ് ഇൻ സെർട്ടൻ കേസസ് എന്നൊക്കെ പറഞ്ഞിട്ട് 80V 1994-95 എടുത്ത് കളഞ്ഞ സംഭവമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ VV, അതുപോലെ തന്നെ വേറൊരു ചാപ്റ്റർ 6B. ഇനി ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 115-ൽ തന്നെ, അതായത് ചാപ്റ്റർ 12C എന്നൊക്കെ പറഞ്ഞിട്ട് വേറെയും കുറേ, അതായത് ഒബ്സലൈറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്തു, ഇതിനൊക്കെ ഒന്ന് അടിച്ച് തൂത്തുവാരി ഒന്ന് വൃത്തിയാക്കി നടത്താം. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, നമുക്കിവിടെ ഒരു റീ അറേഞ്ച്മെൻറ്റ് നടത്തി നമ്മൾ അതിൻ്റെ ഒരു ഫിലോസഫി കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ ഒരു മോഡേണൈസേഷനിലേക്ക് വന്നു, ദെൻ ഒന്നൊരു റീഓർഗനൈസേഷൻ നടത്തി, പിന്നെ എന്ത് ചെയ്തു, ഒരു ക്ലീനിങ് നടത്തി. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത്, 2025 ആക്ട് വന്നിരിക്കുന്നത്. നമുക്കിനി ഒരു ചാപ്റ്റർ വൈസ് ആയിട്ട് ജസ്റ്റ് ഒരു ചാപ്റ്റർ വൈസ് കമ്പാരിസൺ നമുക്കൊന്ന് നടത്തി നോക്കാം. അതായത് എന്തായിരുന്നു 1961 ആക്ടിൽ എന്താണ്, ദെൻ 2025 ആക്ടിൽ എന്തായിരുന്നു. നമുക്ക് അങ്ങനെ ആ ഒരു മൊമെൻറ്റിലേക്ക് നമുക്കൊന്ന് പോവാം. ഓക്കെ അല്ലേ, അതിൻ്റെ ഒരു സ്പീഡ് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്യുമോ, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? നമ്മളിനി പറയുന്നത് ജസ്റ്റ് ഒരു ചാപ്റ്റർ വൈസ് ആണ്. ഓക്കെ ആണോ? ഒന്ന് യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ, ഓക്കെ ആണോ?
നമ്മൾ അടുത്ത നമ്മളൊരു നോക്കുന്നത് ഒരു ചാപ്റ്റർ വൈസ് കമ്പാരിസണിലേക്ക് പോവാം നമുക്ക്. ഓക്കെ. നമ്മൾ ചാപ്റ്റർ വൈസ് കമ്പാരിസണിൽ പോകുമ്പോൾ ചാപ്റ്റർ 1 ആൻഡ് 2 നമ്മൾ ഒന്ന് കുറച്ചൊന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഞാനൊരു ബേസിക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് എങ്ങനെയാണ് ഇവിടെയുള്ള ലെഫ്റ്റ് സൈഡിൽ 1961 ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് 2025 പോയിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാപ്റ്റർ 1 എന്ന് പറയുന്നത് പ്രിലിമിനറി, അതായത് സെക്ഷൻ 1 തൊട്ട് 3 വരെയുള്ള. അപ്പോൾ ആ സെയിം സംഭവം തന്നെയാണ്. അതായത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സെക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തലയിൽ, നമ്മുടെ ബ്രെയിനിലൊക്കെ അങ്ങനെയാണല്ലോ. അതായത് സെക്ഷൻ 80C ഇതൊക്കെയാണ് നമ്മുടെ തലയിലുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ 139 നമ്മുടെ റിട്ടേണിൻ്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വളരെ പോപ്പുലർ ആയിട്ടുള്ള സെക്ഷനുകൾ 139(8) അല്ലാന്നുണ്ടെങ്കിൽ 144, 148 നോട്ടീസ്, ഇങ്ങനെയുള്ള ചില സെക്ഷനുകളൊക്കെ നമ്മുടെ തലയിൽ ഇപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ സാലറിക്ക് ആണെന്നുണ്ടെങ്കിൽ 16, 17, നമ്മുടെ ഇൻട്രസ്റ്റ് ഓൺ ഹൗസിങ് ലോണൊക്കെ ആണെങ്കിൽ 24. അപ്പോൾ നമ്മുടെ തലയിൽ എപ്പോഴും ഇതുപോലെയുള്ള സെക്ഷനുകളൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പറുകളൊക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പോവാണ്, മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പരിധി വരെ ഇവർ രണ്ടുപേരും, അതായത് 1961 ആക്റ്റും 2025 ആക്റ്റും ഒരുമിച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് സെക്ഷൻ 1 അവിടെയും ഇവിടെയും 1 ആണ്, അവിടെയും 1 ആണ്. ഇനി 2 ഡെഫിനേഷനാണ്, അവിടെയും ഡെഫിനറ്റ്ലി ഡെഫിനേഷൻ ആയിരിക്കുമല്ലോ. ഇനി 3 എന്ന് പറയുന്നത് അപ്പുറത്ത് പ്രീവിയസ് ഇയർ ആണ്, ഇവിടെ ടാക്സ് ഇയർ ആണ്. സെക്ഷൻ 4 ചാർജിങ് സെക്ഷനാണ്, ഇവിടെയും ചാർജിങ് ആണ്, അവിടെയും ചാർജിങ് ആണ്. അപ്പോൾ ഇത് കുറച്ച് സമയമുണ്ടല്ലോ, ഏതാണ്ട് ഇതൊരു അറ്റ് പാർ, ഒരു പാരലായിട്ട് തന്നെയാണ്. ഇവർ ഒരുമിച്ചാണ് 1961 2025 ഒരുമിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഓടിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ 2025, കാരണം അവിടെ 536 സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അപ്പോൾ പിന്നെ എന്ത് ചെയ്യുന്നു, അപ്പോൾ പിന്നെ കുറച്ചങ്ങോട്ട് നമ്മൾ ഈ പഠിച്ച സെക്ഷനുകളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നർത്ഥം. നമ്മൾ 44AB അല്ലെങ്കിൽ 44AD ഒന്നും ഇനി കുറച്ചങ്ങോട്ട് ഇത്തിരി അകലെയായിരിക്കും കിടക്കണത്, കാരണം കുറച്ചങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ടാവും എന്നർത്ഥം അത്. അപ്പോൾ ഞാൻ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് ഓരോ സെക്ഷനുകൾ നമുക്ക് ഇപ്പുറത്ത് എങ്ങനെയാണ് അപ്പുറത്ത് എങ്ങനെയാണെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് എത്രത്തോളം അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി എന്ന് അറിയാൻ പറ്റും. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് 6 ആണ്, രണ്ട് സൈഡിലും 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ 4 to 9 വരെയാണ് ബേസിസ് ഓഫ് ചാർജ് വരുന്നത്, 4 to 9 ആണ്. റൈറ്റ് സൈഡിലും അവിടെ 4 to 10 വരെയാണ് ബേസിസ് ഓഫ് ചാർജ് വരുന്നത്. ഇനി ഈ ഒരു സംഭവം ഞാനത് നിങ്ങൾക്കൊന്ന് കറക്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ, അതായത് ഇത് ആക്ച്വലി ഇതൊരു സിംപ്ലിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞല്ലോ. നമുക്കത് എങ്ങനെയാണ്, അതായത് ഈ ഒരു ആക്ടിന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അതായത് ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത്, മുകളിൽ കൊടുത്തേക്കുന്നത് ബേസിസ് ഓഫ് ചാർജ് ആണ് കേട്ടോ. അതായത് സെക്ഷൻ 4, അതായത് എല്ലാ ആക്ടിൻ്റെയും ഒരു കാതലായിട്ടുള്ള സംഭവമാണല്ലോ ബേസിസ് ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ചാർജ് ഓഫ് ഇൻകം ടാക്സ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, ബേസിസ് ഓഫ് ചാർജ് ആണ്. 1961 ആക്ട് ആണത്. ദെൻ താഴെ ബേസിസ് ഓഫ് ചാർജ് 2025. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സെയിം കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ കുറച്ചൊരു ക്ലാരിറ്റിയോട് കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കൺഫ്യൂഷൻ ഇല്ല എന്നർത്ഥം. ജസ്റ്റ് നിങ്ങളൊന്ന് നമുക്ക് വായിച്ചു നോക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഓരോന്നും താഴത്തേക്ക് വന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അതായത് വെയർ എനി സെൻട്രൽ ആക്ട് എനാക്ട്സ് ദ ഇൻകം ടാക്സ് ആക്ട് ഷാൽ ബി ചാർജ്ഡ് ഫോർ എനി അസസ്മെൻറ്റ് ഇയർ അറ്റ് എനി റേറ്റ് ഓർ റേറ്റ്സ് income tax at that rate or those rates shall be charged for that year in accordance with and subject to the provisions. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ ഒരു സംഭവമുണ്ട്, ഓഫ് ദിസ് ആക്ട്. ഈ രണ്ടാമത്തെ വരി എന്ന് പറയുന്നത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഇല്ല എന്നുള്ളതാണ് സംഭവിച്ചത്. ഓഫ് ദിസ് ആക്ട് നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇവനെ പിടിച്ച് റീഡ്രാഫ്റ്റ് ചെയ്തേക്കണം എന്നുള്ളത്. അപ്പോൾ ആ ബ്രാക്കറ്റ് ആക്ച്വലി അവിടെ ഒരു കോംപ്ലിക്കേഷൻ ആയിരുന്നു. അതായത് ഒരു കാര്യം പറയുന്നതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറയുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് പ്രൊവിഷൻസ് ഓഫ് അഡീഷണൽ, അതായത് ഒരു അഡീഷണൽ ഇൻകം ടാക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അപ്ലിക്കബിൾ ആണെന്നാണ് പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നേരെ ഇവിടെ താഴത്തേക്ക് എങ്ങോട്ട് കൊണ്ടുവന്നു, അതായത് സബ്സെക്ഷൻ 3 കൊണ്ടുവന്നു. അത്രയേ ഉള്ളൂ. അതായത് ഇൻകം ടാക്സ് ഷാൽ ഓൾസോ ഇൻക്ലൂഡ് എനി അഡീഷണൽ ഇൻകം ടാക്സ് വാട്ട് എവർ നെയിം കോൾഡ് ലെവീഡ് അണ്ടർ ദിസ് ആക്ട്. അപ്പോൾ ആ ബ്രാക്കറ്റ് എടുത്ത് നേരെ 3 കൊണ്ടുവന്നു. ഇനി നമ്മൾ ഈ ആക്ട് കഴിഞ്ഞിട്ട് ഇവിടെ വേറെ കുറച്ചൊരു കണ്ടിന്യൂഷനും കൂടി ഉണ്ടല്ലോ, ഇൻ റെസ്പെക്ട് ഓഫ് ദ ടോട്ടൽ ഇൻകം ഓഫ് ദ പ്രീവിയസ് ഇയർ ഓഫ് എവരി പേഴ്സൺ. ആ കഷ്ണമാണ് എന്തായിട്ട് മാറിയത്, ഇവിടെ സെക്കൻഡ് വൺ ആയിട്ട് മാറിയത്. ദ ചാർജ് ഓഫ് ഇൻകം ടാക്സ് അണ്ടർ സബ്സെക്ഷൻ 1 ഷാൽ ബി ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ടാക്സ് ഇയർ ഓഫ് എവരി പേഴ്സൺ ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, അത് 1, 2, 3 ആയിട്ട് മാറി. ഇനി നാലാമത്തെ പോയിന്റ് ആക്ച്വലി പ്രൊവിസോ വന്നേക്കാണ്. ആ പ്രൊവിസോനെ പിടിച്ച് എന്താക്കി, ഇവിടെ നാലാമത്തെ പോയിന്റ് ആക്കിയിട്ട് മാറ്റി. അതായത് പ്രൊവൈഡഡ് ദാറ്റ് വെയർ ബൈ വെർച്യൂ ഓഫ് എനി, നമ്മൾ ഇൻകം ടാക്സ്
മുമ്പൊക്കെ പ്രീവിയസ് ഇയർ അല്ലാതെ തന്നെ ചാർജ് ചെയ്യും. ഇപ്പോൾ സേ NRI ഷിപ്പിംഗ് കമ്പനി അങ്ങനെയൊക്കെയുള്ള ചില കേസുകളിലൊക്കെ എന്ത് ചെയ്യും, ആ കറണ്ട് ഇയറിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് അസസ് ചെയ്യുന്ന പ്രൊവിഷൻ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇവിടെയും വന്നേക്കുന്നത്. ഇഫ് ദ ആക്ട് പ്രൊവൈഡ്സ് ഇൻകം ഈസ് ടു ബി ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻകം ഓഫ് എ പീരീഡ് അതർ ദാൻ ദ ടാക്സ് ഇയർ ഇറ്റ് ഷാൽ ചാർജ് അക്കോർഡിംഗ്ലി. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം. അപ്പോൾ പ്രൊവിസോ നേരെ നാലാമത്തേലേക്ക് വന്നു. അഞ്ചാമത്തെ പോയിന്റ് ഇവിടെ രണ്ടാമത്തെ സബ്സെക്ഷൻ എന്തായിട്ട് മാറി, അഞ്ചാമത്തെ. അതായത് നമുക്ക് ഇൻകം ടാക്സ് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കളക്ട് ചെയ്യാം, TDS പ്രൊവിഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ആ സംഭവം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡീകോഡ് ചെയ്തേക്കണം നടത്തുക. അപ്പം മുകളിലത്തെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. അപ്പോൾ താഴെ എന്ത് ചെയ്തു, ഇത് വളരെ സിമ്പിളായിട്ട് കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയ, അതായത് എങ്ങനെയാണ് ഈ സംഭവം ഡീകോഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി? ഓക്കെ ആണോ? ഒന്ന് യെസ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുമോ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ഇങ്ങനെയാണ് ഇൻകം ടാക്സ് ആക്ടിന് എന്ത് ചെയ്തേക്കുന്നത്, ജസ്റ്റ് ഡീകോഡ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ. എന്നാ ഇപ്പം ഇതിന് ഇതാണ് സംഭവം. ഈ ഈ പടം കണ്ട് പേടിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് ഇത് നമ്മുടെ ജെമിനൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പടമാണ്. ഞാൻ ഞാൻ അതായത് അതിനിടയിൽ ഞാൻ പറയും, ഈ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് AI ജനറേറ്റ് ചെയ്തിട്ടുള്ള പ്രസൻറ്റേഷനാണ് കേട്ടോ. ഞാനല്ല ഈ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സേ ഇതിന് ഒരുപാട് സ്ലൈഡുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയധികം കലാവിരുദ്ധമൊന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, ഇങ്ങനെയൊക്കെയുള്ള വരയും കുറിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒരു AI ഡ്രിവൺ പ്രസൻറ്റേഷനാണ്, PPT ആണ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പോർഷൻ, ഒരു സെക്കൻഡ്, നമ്മളുടെ സ്ലൈഡിലേക്ക് ഞാൻ ആ ജെമിനൈയുടെ ആ ഒരു സ്ലൈഡ്. ഓക്കെ. അപ്പോൾ ഇത് ജെമിനൈ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഇൻഫോഗ്രാഫിക്സ് ആണ്. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നേരത്തെ കണ്ട സെയിം സംഭവം തന്നെയാണ് കേട്ടോ. അതായത് ലെഫ്റ്റ് സൈഡിൽ ഉള്ള അതിനെ നമ്മൾ എങ്ങനെ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത്, അതായത് ആദ്യത്തെ പോർഷൻ എടുത്ത് ഇവിടേക്ക് 1ലേക്ക് ഇടുന്നു, 4.2ലേക്ക് ഇവിടെ നിന്നൊരു കഷ്ണം എടുത്തിടുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണത്. ഓക്കെ. ഇനി അടുത്ത ഒരു ഇത്, അതായത് ഇൻകം വിച്ച് ഡു നോട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ 3, അപ്പോൾ ചാപ്റ്റർ 2 വരെയാണ് പറഞ്ഞത്. ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ ഇൻകം വിച്ച് ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇതിലെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്ഷൻ 10ലാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1961 ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, അഗ്രികൾച്ചർ ഇൻകം, HUF, പാർട്ട്ണറുടെ ഷെയർ, നോൺ റെസിഡൻറ്റിൻ്റെ NRI അക്കൗണ്ടിൻ്റെ പലിശ, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, HRA, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നിട്ട് ഈ സെക്ഷൻ 10 ഇങ്ങനെ ബൾക്ക് ചെയ്ത് ഇങ്ങനെ വരുന്നൊരു സെക്ഷനായിരുന്നു. അപ്പോൾ ഇതാണ് എന്ത് സംഭവിച്ചേക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആകെ 2 സെക്ഷനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവിടെ സെക്ഷൻ 10 ഇങ്ങനെ ഒരുപാട് സബ് സെക്ഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ക്ലോസുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ എന്തായി, ആകെ 2 സെക്ഷനേ ഉള്ളൂ. ആ സെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോവും. ആകെ ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞിട്ട് 11ൽ ഇത്രയും കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ അഗ്രികൾച്ചർ ഇൻകത്തിൻ്റെ എക്സംഷൻ ഉണ്ടായിരുന്നു, HUF ഉണ്ടായിരുന്നു, പാർട്ട്ണറുടെ ഷെയർ ഉണ്ടായിരുന്നു. ഇതൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോയത് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതൊന്നും വേറെ എവിടേക്കും പോയിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഡിസ്ക്ലോഷർ ഉണ്ടല്ലോ, അതായത് അതിൻ്റെ ആ ഒരു ഡ്രാഫ്റ്റിംഗ് സ്കിൽ അവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതൊക്കെ എന്തായിട്ട് മാറി എന്ന് പറഞ്ഞാൽ ബേസിക് എന്താണോ പറയേണ്ട കഥ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇത്തരം ഇൻകം ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇൻ കമ്പ്യൂട്ടിംഗ് ദ ടോട്ടൽ ഇൻകം ഓഫ് എനി പേഴ്സൺ ഫോർ എ ടാക്സ് ഇയർ അണ്ടർ ദിസ് ആക്ട് എനി ഇൻകം എന്യൂമറേറ്റഡ് ഇൻ ഷെഡ്യൂൾ 2, 3, 4, 5, 6 ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് കണ്ടീഷൻ സ്പെസിഫൈഡ് ദയറിൻ. അതായത് ഇങ്ങനെയുള്ള വരുമാനങ്ങളാണ് ഈ ഷെഡ്യൂൾ 2 തൊട്ട് 6 വരെ അതിൽ പറഞ്ഞിരിക്കുന്ന വരുമാനങ്ങളാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, അത് നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ ഭാഗമാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, സെക്ഷൻ 10ൽ വന്നിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെ എന്താക്കിയിട്ട് മാറ്റി, ഇവിടെ വളരെ സിമ്പിളായിട്ട് ഷെഡ്യൂളുകളാക്കിയിട്ട് മാറ്റി നിർത്തുക. അപ്പോൾ ഷെഡ്യൂളുകളായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷെഡ്യൂൾ 2, അതായത് ഇൻഡിവിജ്വൽസ് നമുക്ക് കാണാം, ജനറൽ ആയിട്ടുള്ള ഒരു സംഭവം. നമുക്ക് എക്സാക്ട്ലി ഷെഡ്യൂളിലേക്ക് തന്നെ പോവാം. ഇതാണ് സംഭവം. നമുക്ക് ഇൻകം ടാക്സ് ആക്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ബുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കുറച്ച് ഷെഡ്യൂളുകൾ കാണാനായിട്ട് പറ്റും. അതിൽ ഷെഡ്യൂൾ 2 ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം. അതായത് ഒരാളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ കൂടെ ജനറലി കൂട്ടാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എല്ലാവർക്കും അപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ.
ഇപ്പോൾ സേ ഒരാൾക്ക് അഗ്രികൾച്ചർ ഇൻകം ഉണ്ട്, അപ്പോൾ ആർക്ക് വേണമെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾക്ക് അഗ്രികൾച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കണ്ട. അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് പോളിസി കിട്ടിയിട്ടുണ്ട് എന്ന് കരുതും, ഇൻഷുറൻസ് പോളിസിയുടെ പൈസ കിട്ടിയ കഴിഞ്ഞാൽ ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ആ കണ്ടീഷൻസ് ഒക്കെ റൈറ്റ് സൈഡിൽ, എന്താണ് കഥ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലും. അപ്പോൾ ഇതാണ് ഷെഡ്യൂൾ 2 പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുപോലെ 3, അപ്പോൾ 2 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ, അതായത് ജനറൽ ആയിട്ടുള്ളൊരു കാര്യമാണ് 2 പറഞ്ഞിരിക്കുന്നത്. ഇനി 3 എന്താ പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് എലിജിബിൾ പേഴ്സൺസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ഷെഡ്യൂൾ 2 ജനറൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ എലിജിബിൾ പേഴ്സൺ, അതായത് എത്ര എത്ര മനോഹരമായിട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്തേക്കണമെന്നായിരിക്കും. മറ്റേ നമ്മൾ സെക്ഷൻ 10 നമ്മൾ 10 എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 10, 1, 2, 3 ഇതൊന്നും ഒരു ഓർഡർ ഇല്ലാണ്ട് ഒരു എന്താ ഇങ്ങനെ വാരി വലിച്ച് എറിഞ്ഞ പോലെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെന്ത് ചെയ്തു, കുറച്ചൊരു ഓർഡറിൽ കൊണ്ടുവന്നു എന്നർത്ഥം. അതായത് ഷെഡ്യൂൾ 2 കൊണ്ടുവന്നു, അവിടെ ഇൻഡിവിജ്വൽസ് ജനറൽ ആയിട്ടുള്ള ഡിഡക്ഷൻസ്, അതായത് സേ നമ്മൾ നേരത്തെ കണ്ട പോലെ ഇപ്പോൾ ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇൻകം അങ്ങനെയൊക്കെയുള്ള ജനറൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇനി 3 എന്താ പറഞ്ഞേക്കുന്നത്, എലിജിബിൾ പേഴ്സൺസ്, ഇപ്പോൾ പാർട്ട്ണറാണ് അല്ലാന്നുണ്ടെങ്കിൽ HUF-ൻ്റെ ഒരു ഷെയറാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇനി അടുത്തതാണെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 4 ആണെന്നുണ്ടെങ്കിൽ NRI ആയിട്ടുള്ള നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 5 ബിസിനസ് ട്രസ്റ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുടെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് നമുക്കങ്ങനെ നോർമലി ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാക്ടീസിങ് ലെവലിൽ വരാത്ത കുറച്ച് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ ബിസിനസ് ട്രസ്റ്റുകളുടെ എക്സംഷൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ 6 അതർ എലിജിബിൾ പേഴ്സൺസ്, ദെൻ പേഴ്സൺസ് എക്സെപ്റ്റ് ഫ്രം ടാക്സ് 7. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഷെഡ്യൂളുകളിലാക്കിയിട്ട് നല്ല ഭംഗിയിലവിടെ എന്ത് ചെയ്തു. അപ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. ഓക്കെ, ഇത് ഇന്ന ഷെഡ്യൂളിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ഈ ഷെഡ്യൂളിൻ്റെ ഹെഡിങ് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളതാണ് 2 വരുന്നത്. 3 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് എലിജിബിൾ പേഴ്സൺ ആയിരിക്കും അവിടെ വരുന്നത്. അതായത് നമുക്കവിടെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാർട്ട്ണറുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് ഷെയറിൻ്റെ എക്സംഷൻ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും അവിടെ വരുന്നത്. ഇനി ഫോറിൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. അതായത് 4 വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം നോട്ട് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം, ഇത് നോൺ റെസിഡൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനീസ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് ഇതിൽ വരുന്നത് നമ്മുടെ ഷെഡ്യൂൾ 4 വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, ഇപ്പോൾ നമുക്കറിയാം NRI ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഐറ്റം തന്നെ NRI ഇൻട്രസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ NRI ഇൻട്രസ്റ്റ് എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് NRI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, അത് ഷെഡ്യൂൾ 4 ഉണ്ടായിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണത് പോകുന്നത് അർത്ഥം. ഇത് ഓക്കെ ആണോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ജസ്റ്റ് ചാറ്റിലേക്കൊന്നും. അതായത് നമ്മുടെ സെക്ഷൻ 10 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഈസിനെസ് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് ഓക്കെ, യെസ് ആണോ? അതായത് നിങ്ങൾക്കൊരു ഈസിനെസ് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് യെസ്? യെസ് ആണ്. ഓക്കെ, യെസ്. അപ്പോൾ ഒരുപാട് യെസ്സുകൾ വരുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടാണ് അല്ലേ, നമുക്കൊരു യെസ് ആയിട്ട് തന്നെ പോവാം. മറ്റത് ഇങ്ങനെ 10 അവിടെ ആയിട്ട് വാരി വെറുതെ പോലെയായിരുന്നു. ഇത് കുറച്ചൊരു സെഗ്രിഗേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് ചാപ്റ്റർ 4 കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ആക്ട് 1961 2025 കൂടി ഒരുമിച്ച് നടക്കാനിറങ്ങി. അപ്പോൾ 1, 2, 3 കുറച്ച് സെക്ഷനൊക്കെ വഴി ഒരുമിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പതുക്കെ ഇവരുടെ ഇൻകം ടാക്സ് ആക്ട് 2025 കുറച്ച് സ്പീഡിൽ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം നമ്മുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരുപാട് സ്റ്റുഡൻസ് ഇതിലുണ്ടായിരിക്കും. സ്റ്റുഡൻസ് ഒരു യെസ് ഒന്ന് പറയാമോ, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ഒരു യെസ് ഒന്ന് കണക്ട് ചെയ്യുമോ, സ്റ്റുഡൻസ് ആയിട്ടുള്ള ആളുകൾ? ഓക്കെ, ഒരുപാട് യെസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിന് അറിയാം, അതായത് ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ആണ് എന്ത് ചെയ്യണത്, കുറച്ച് ഒരു കോർ ഏരിയ അവർ നോക്കണത്. അപ്പോൾ ഇതിൽ 14 to 59 വരെയായിരുന്നു 1961 ആക്ടിൽ എന്ത് സംഭവിച്ചേക്കുന്നത്, നമുക്ക് ഒരു കമ്പ്യൂട്ടേഷനിൽ, അതായത് നമുക്ക് വന്നേക്കുന്ന ബേസ് ഒരു ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഹെഡ്സ് ഓഫ് ഇൻകം നമ്മളൊരു 14 to 59 വരെയാണ് ഹെഡ്സ് ഓഫ് ഇൻകം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സാലറി ആവട്ടെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ആവട്ടെ, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് 59 കൂടിയിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ട് അവസാനിക്കുന്നു.
പക്ഷേ ഇവിടെ തുടങ്ങുന്നത് 13. ഒരു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ സെക്ഷൻ 15 to 19 വരെയാണ് സാലറി വരുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ 20 to 25 വരെ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു അറ്റ് പാർ വെച്ചിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അതായത് ഏകദേശം 20-25 തന്നെയാണ് ഹൗസ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാലറിയും ഏതാണ്ട് അതേപോലെ തന്നെയായിരുന്നു. ബിസിനസ് ഇൻകം തുടങ്ങുന്നത് 28 വെച്ച് തുടങ്ങുന്നു. അപ്പോൾ പക്ഷേ ബിസിനസ് ഇൻകം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ, അതായത് 45-ലായിരുന്നു, നമുക്കെല്ലാവർക്കും അറിയാം 45-ലായിരുന്നു ക്യാപിറ്റൽ ഗെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പഴയ ആക്ടിൽ. പക്ഷേ ഇവിടെ ബിസിനസ് ഇൻകം തീരുന്നത് തന്നെ 66-ലാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ തുടങ്ങുന്നത് 67. അപ്പോൾ ബിസിനസ് ഇൻകം തൊട്ട് ഈ ഒരു ആ ഒരു ഹാൻഡ് ഹോൾഡിംഗ് ഉണ്ടല്ലോ, അത് അവരിങ്ങനെ പതുക്കെ വിട്ടിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സെക്ഷൻസ് എന്ത് ചെയ്യുന്നത്, ഒന്ന് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ 67 തൊട്ട് 91 വരെ പോകുന്നു. ദെൻ അതർ സോഴ്സ് 92 തൊട്ട് 95 വരെ പോകുന്നു. അപ്പോൾ അതിങ്ങനെ പതുക്കെ പതുക്കെ പോകുന്നു. അപ്പോൾ കുറച്ച് സിംപ്ലിഫൈ ചെയ്തു എന്നർത്ഥം. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സിംപ്ലിഫൈ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ, അപ്പോൾ ചാപ്റ്റർ 4-ൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഇങ്ങനെയാണ് പോകുന്നത്. അടുത്തത് നമ്മളുടെ ഇൻകം ഓഫ് അതർ പേഴ്സൺ ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലബിംഗ് ഓഫ് ഇൻകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ പ്രാക്ടീസിങ് സൈഡിൽ അല്ലെങ്കിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് എപ്പോഴും ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയമൊക്കെയാണത്. അതായത് മിക്കവാറും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, വൈഫിൻ്റെ പേരിൽ അല്ലാന്നുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ പേരിൽ എന്ത് ചെയ്യുന്നു, ഷെയർ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ അവിടെ ക്ലബിംഗ് വരുമോ, അല്ലാന്നുണ്ടെങ്കിൽ NRI തിരിച്ച് നാട്ടിലേക്ക് വരുന്നു, FD വൈഫിൻ്റെ പേരിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ എപ്പോഴും വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ, വളരെ തിയറിറ്റിക്കലല്ല, വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു സെക്ഷനാണ്. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം, ഇപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ പേരിലാണ് എന്തുള്ളത്, പ്രോപ്പർട്ടി ഉള്ളത്, പക്ഷേ റെൻറ്റ് വൈഫിൻ്റെ അക്കൗണ്ടിൽ കിട്ടോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും. ഇങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെയാണ് ഈ ക്ലബിംഗ് പ്രൊവിഷൻസിൽ വരുന്നത്, ഈ 60-65-ലൊക്കെ വരുന്നത്. അത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോയപ്പോൾ എന്തായി, അത് 96-100 ആയിട്ട് മാറി. അപ്പോൾ വീണ്ടും സെക്ഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ആ ഒരു അലൈൻമെൻറ്റ് കുറച്ച് നേരത്തെ പോയി. അതായത് ബിസിനസ്സിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ വഴി തെറ്റിപ്പോയി. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഹയർ സൈഡിലാണ് 2025 ആക്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 6-ൽ അഗ്രിഗേഷൻ ഓഫ് ഇൻകം ആണ് വരുന്നത്. അഗ്രിഗേഷൻ ഓഫ് ഇൻകത്തിൽ 66-69D വരെ ആണ് വരുന്നത്. അതായത് ഇപ്പോൾ അഗ്രിഗേഷൻ നമുക്ക് ക്യാഷ് ക്രെഡിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സെറ്റ് ഓഫ് ലോസ്, ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വരുന്നത് 101 തൊട്ട് 107 വരെയാണ് ഇതുപോലെയുള്ള അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലാന്നുണ്ടെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് മണി, ഇങ്ങനെയൊക്കെയുള്ളൊരു കേസുകളുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇത് 2 ചാപ്റ്ററിലായിരുന്നു. അതായത് ചാപ്റ്റർ 6-ൽ തന്നെ വേറൊരു ചാപ്റ്ററും കൂടി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ അത് എന്ത് ചെയ്തു, കുറച്ചും കൂടി ഒരു ക്ലാരിറ്റിയിൽ ചാപ്റ്റർ 6-ൽ ഇത് ഒതുക്കി എന്നർത്ഥം. അതായത് ചാപ്റ്റർ 7-ലാണ് എന്ത് ചെയ്തേക്കുന്നത്, വേറൊരു ചാപ്റ്റർ, ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ കൊണ്ടുപോകുന്ന നിർത്തും. അപ്പോൾ ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് നമ്മൾ 68 അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്, 68A, അതൊക്കെയാണ് 101 തൊട്ട് 107 വരെ വന്നിരിക്കുന്നത്. ക്യാഷ് ക്രെഡിറ്റ്, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ദെൻ ചാപ്റ്റർ 7-ലേക്ക് വന്നപ്പോൾ സെറ്റ് ഓഫ് ആൻഡ് ക്വയറി ഫോർവേഡ് ഓഫ് ലോസസ് വന്നു. ഇപ്പുറത്തെ സൈഡിൽ പഴയ 1961 ആക്ടിൽ അത് 6 തന്നെയായിരുന്നു, നമ്മളിവിടെ വന്നപ്പോൾ അത് 7-ലേക്ക് പോയി എന്നർത്ഥം. അതായത് ഇപ്പോൾ ഇൻട്രഹെഡ് നമ്മൾ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്, അതായത് ഇപ്പോൾ നമ്മുടെ ഇൻട്രാഹെഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. അപ്പോൾ അത് വരുന്നത് തന്നെ 108 തൊട്ട്, അപ്പുറത്തെ സൈഡിൽ 67 തൊട്ട് 80 ആയിരുന്നു, ഇവിടെ 108 തൊട്ട് 121 വരെ ആയിരുന്നു ഇവിടുത്തെ സെക്ഷൻ വന്നേക്കുന്നത്. ഓക്കെ, ഇനി ഇതൊരു വലിയൊരു ക്ലീനിങ് പ്രൊവിഷൻ ആയിരുന്നു കേട്ടോ ഈ ഒരു സംഭവം. അതായത് ചാപ്റ്റർ 8-ലാണ്, അതായത് നമ്മുടെ പുതിയ ആക്ടിലുണ്ടല്ലോ, പുതിയ ആക്ടിൽ ഡിഡക്ഷൻസ് വരുന്നത് ചാപ്റ്റർ 8-ലാണ്. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 8-ൽ നമ്മളിവിടെ ഒരു ആൽഫബറ്റ് സൂപ്പ് എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊരു ക്ലീനിങ് ആയിരുന്നു. അതായത് സെക്ഷൻ 80A തൊട്ട് അങ്ങനെ ഇങ്ങോട്ട് പോയി എവിടം വരെ പോയിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 80U വരെ ഉണ്ടായിരുന്നു. അതിന് ശേഷം വിയും VV ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 80 തൊട്ടുള്ള കളികളുണ്ടല്ലോ, അതായത് 80-ൽ തന്നെ എന്തോരം സെക്ഷനുകൾ ഉണ്ടായിരുന്നു, CCD1, CCC എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, IA എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് സെക്ഷനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മൊത്തത്തിലൊന്ന് കറക്കിയെടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി, ഇനി ആൽഫബറ്റ്സ് നമ്മുടെ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് പോലുള്ള പരിപാടികളൊന്നുമില്ല, പകരം 120 to 154 എന്ത് ചെയ്തു, ഇതിലേക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈസ് ഇറ്റ് ഓക്കെ? നിങ്ങൾക്ക് ഈ ഒരു സംഭവം, ഈ ഒരൊറ്റ സെക്ഷൻ നമ്മൾ പാർത്തിരിക്കുന്നത്, ഇത് കുറച്ചൊരു ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല? ഈസ് ഇറ്റ് യെസ്? ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യും. ഈസ് ഇറ്റ് യെസ്? ഒരു ബെറ്റർ സംഭവമല്ലേ ഇത്? ഒരു നല്ലൊരു, എനിക്കൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായി ഇത്. അതായത് നമ്മൾ ഈ ഒരു 80 പിടിച്ച 80cc എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ പോണേക്കാട്ടും കുറച്ചും കൂടി ബെറ്റർ അല്ലേ ഇത്? കുറച്ചും കൂടി 120 to 154 വരെ നമ്മൾ പോയി നടത്തും. ഓക്കെ, യെസ്, ഒരുപാട് യെസ്സുകൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ചാപ്റ്റർ 8ലാണ്, മറ്റൊരു ചാപ്റ്റർ 6 ആയിരുന്നു, ഇവിടെ ചാപ്റ്റർ 8 ആണ്. എന്ത് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ. അപ്പോൾ ഇതിൽ ഈ LIC നമ്മൾ 80C ഉണ്ടല്ലോ നമ്മുടെ അവിടുത്തെ ഇപ്പുറത്തെ സൈഡിലുള്ള 80C ആയിരുന്നല്ലോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇവിടെ 122 വന്നപ്പോഴും 129 ആണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ 80Cയുടെ കുറച്ച് കാര്യങ്ങൾ ഒരു ഷെഡ്യൂളിലേക്ക് അല്ലെങ്കിൽ ഒരു ടേബിളിലേക്ക് അവർ വീണ്ടും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീഓർഗനൈസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ 80C ഒക്കെ അപ്പം ഇനി പോയി 120 to 154 ഇങ്ങനെയാണ് വരുന്നതെന്ന് അർത്ഥം. ഓക്കെ, ഇനി ടാക്സ് റിബേറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ റിലീഫ്സ്. ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സെക്ഷൻ 87A നമ്മൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള സെക്ഷൻ 87A പിടിച്ച് നേരെ അപ്പുറത്തേക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്തായിട്ട് മാറി, 155 ആയിട്ട് മാറി. ഞാൻ വേറൊരു സ്ലൈഡും കൂടി ഇട്ടുണ്ടായിരുന്നായിരുന്നു, ഞാൻ കുറച്ച് അത്ര ലെങ്തി ആവണ്ടെന്ന് വെച്ചിട്ട് ഞാനത് എടുത്ത് മാറ്റിയത്. ഇത് പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ്റെ ഒരു കറസ്പോണ്ടിങ് സെക്ഷൻ ഞാൻ കുറച്ച് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളെപ്പോഴും പറയുന്ന സെക്ഷനുകളുണ്ടല്ലോ, ഇപ്പോൾ 44AD അത് അപ്പുറത്തേതാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അങ്ങനെ ഉള്ള കുറച്ച് സെക്ഷനുകളുടെ ഒരു കറസ്പോണ്ടിങ് സെക്ഷനുകൾ ആണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 എക്സാമ്പിളുകൾ വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പോൾ 87A എന്ന് പറയുന്നത് ഇനി മുതൽ എന്താണ്, സെക്ഷൻ 155 ആണ്. അതേപോലെ തന്നെ 89 നമ്മൾ റിലീഫൊക്കെ എടുക്കുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അതിനി മുതൽ എന്താണ് 156 ആണ്. പഴയ 156 എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് നോട്ടീസാണ്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ ചാപ്റ്റർ 9 എന്ന് പറയുന്നത് റിലീഫിലേക്കാണ്, അതായത് റിബേറ്റ്സ് ആൻഡ് റിലീഫാണ് ചാപ്റ്റർ 9 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 10-11 ആൻറ്റി അവോയ്ഡൻസ് റൂളുകളാണ്. അതായത് 161 തൊട്ട് 184 വരെയാണ് പോകുന്നത്. പഴയ ആക്ട് ആണെന്നുണ്ടെങ്കിൽ 92, അതായത് 1-2 സെക്ഷനുകളിലൊക്കെ ആയിട്ട് 92-ലുണ്ടായിരുന്നു, 92F-ലുണ്ടായിരുന്നു. അതേപോലെ തന്നെ ചാപ്റ്റർ 10-ൽ 95 തൊട്ട് 102 വരെയൊക്കെയായിരുന്നു ഈ ഒരു സംഭവം കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ല സോറി, അതായത് ചാപ്റ്റർ 10 ആൻഡ് ചാപ്റ്റർ 11 ആൻറ്റി അവോയ്ഡൻസ് റൂളുകൾ ചാപ്റ്റർ 10 ആൻഡ് ചാപ്റ്റർ 11ലാണ് വരുന്നത്. പഴയ ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞത്. അതായത് പഴയതിൽ നമ്മുടെ 1961 അത് 10-ലായിരുന്നു, ചാപ്റ്റർ 10-ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ അത് 10-ലും 11-ലും ആയിട്ടാണ് കിടക്കുന്നത് നടത്താം. ട്രാൻസ്ഫർ പ്രൈസിങ് അതുപോലെ തന്നെ ജനറൽ ആൻറ്റി അവോയ്ഡൻസ് റൂളുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് 10-ലും 11-ലും ആണ്. ഇനി നമുക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോവാം. ഞാൻ വെച്ച് കഴിഞ്ഞാൽ 23 ചാപ്റ്ററുകളുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചാപ്റ്ററുകൾ, അതായത് ഇങ്ങനെയാണ് ജനറലി ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ചാപ്റ്റർ 12, അപ്പോൾ ഇനി ചാപ്റ്റർ 12-ൽ വരുന്നത് ഇവിടെ 1961 ആക്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ 20, അതായത് ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതായത് ഇവിടെ 269SS, അതായത് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഇൻ സർട്ടൺ കേസസ് ഉണ്ടല്ലോ, അപ്പോൾ അതിവിടെ ചാപ്റ്റർ 20Bയിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അത് ചാപ്റ്റർ 12-ലാണ് വരുന്നത്. അതായത് നമ്മുടെ 269SS, 269T അല്ലെങ്കിൽ ST, SU ഈ വക സെക്ഷനുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് 20,000 രൂപയെക്കാട്ടും കൂടുതലുള്ള പേയ്മെൻറ്റ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കടം വാങ്ങിക്കുമ്പോഴുള്ള ലിമിറ്റ്, പ്രോപ്പർട്ടി ഡീൽ ചെയ്യുമ്പോഴുള്ള ലിമിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ 2 lakhs ലിമിറ്റ് ഇൻ ആൻ ഇവൻറ്റ്, ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ലക്ഷം രൂപയെക്കാട്ടും കൂടുതൽ ട്രാൻസാക്ഷൻ നടത്താൻ പാടില്ല. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ 269-ൽ വരുന്ന സംഭവങ്ങൾ ഇവിടെ 185 തൊട്ട് 189 വരെ. അപ്പോൾ കുറച്ചും കൂടി ഒരു വൃത്തിയുണ്ട്. ഈ SS-ഉം T-യും ST എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ ആകെ കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏതാണ് T ഏതാണ് SS എന്നൊക്കെ. അപ്പോൾ ഇത് കുറച്ചും കൂടി നന്നായിട്ടുണ്ട്. അതായത് 185 തൊട്ട് 189 വരെയാണ് ഇങ്ങനത്തെ സെക്ഷനുകൾ വരുന്നതെന്ന് അർത്ഥം. ദെൻ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സസ് ഇൻ സ്പെഷ്യൽ കേസസ്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് നമ്മൾ 115 തുടങ്ങാൻ പോകാൻ കേട്ടോ. നമ്മളിങ്ങനെ ഈ മല കയറുമ്പോൾ പകുതി വരെ കയറിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ 115 1961-ലെ 115 എടുത്ത് മുറിക്കാൻ പോവുകയാണ് ഇനി 2025 ആക്ട്. അപ്പോൾ ഇത് പല കഷ്ണങ്ങളായിട്ടാണ് എന്ത് ചെയ്യണത്, അപ്പുറത്തേക്ക് വരുന്നതെന്ന് അർത്ഥം. അപ്പോൾ 110 തൊട്ട് എവിടം വരെ, അതായത് കുറേ സെക്ഷനുകൾ 115 BBH-A അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 190 തൊട്ട് 235 വരെ കൊണ്ടുവന്നു. അത് ചാപ്റ്റർ 13-ലാണ്. അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സസ് ഇൻ സ്പെഷ്യൽ കേസസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചാപ്റ്റർ 13-ലേക്ക് കൊണ്ടുവന്നു. 190 തൊട്ട് 235 വരെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ BAC 115 BAC ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലാണ്. അതായത് 190 തൊട്ട് 206 കണ്ടാണ് BAC വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷനുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു നടത്താം. ദെൻ ഇനി ടാക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യം, അതായത് ഇപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് അതോറിറ്റീനെ പറ്റിയിട്ടൊക്കെ പറയുമല്ലോ, അപ്പോൾ അതിനെപ്പറ്റി പറയുന്നത്, അഡ്മിനിസ്ട്രേഷനെ പറ്റിയിട്ട് പറയുന്നത് അതുപോലെ തന്നെ. അപ്പോൾ 116, അപ്പോൾ ടാക്സ് അഡ്മിനിസ്ട്രേഷൻ 116, 135, 119, 119A. അപ്പോൾ ഇങ്ങനെയുള്ള സെക്ഷൻ, പ്രത്യേകിച്ച് നമ്മൾ 119 എപ്പോഴും കാണുന്ന സെക്ഷനുകളാണ്.
പ്രത്യേകിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഒരു പുതിയൊരു എക്സ്റ്റൻഷൻ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും കാണുന്നതാണ് 119. അതായത് ഇൻ എക്സസൈസ് ഓഫ് പവേഴ്സ് ഓഫ് സെക്ഷൻ 119 എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങാറ്. അപ്പോൾ ആ സെക്ഷനുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പുറത്തേക്ക് സെക്ഷൻ 236 ടു 261 വരെ പോയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ 236 തൊട്ട് 261 വരെ ഇത് മാറി. ദെൻ ഇനി റിട്ടേൺ ഓഫ് ഇൻകം നമ്മൾ വളരെ നമ്മളെപ്പോഴും റെഫർ ചെയ്യാറുള്ള സെക്ഷൻ 139 എന്നുള്ള സെക്ഷൻ. അപ്പോൾ ഈ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ ആയിരുന്നു 139. അപ്പോൾ ആ 139 തന്നെ എത്ര അധികം എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഉണ്ടെന്ന് നോക്കി നോക്ക്. എ എ എ ബി അല്ലെങ്കിൽ ഇങ്ങനെ 139 8 ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ വെച്ചിട്ടാണ് ആ ഒരു സെക്ഷൻ വരെ ഇരിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ഓഫ് ഇൻകം വീണ്ടും ഒരുപാട് സെക്ഷനുകളുണ്ട്. അതായത് ഇപ്പോൾ 140 അല്ലെങ്കിൽ 194 അല്ലെങ്കിൽ 140 ഇങ്ങനെയുള്ള 140 എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റഡ് റിട്ടേൺ വന്നപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും കൂടി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വന്ന സെക്ഷൻ. അപ്പോൾ ഇതിനൊക്കെ പിടിച്ച് എന്താക്കി, ഇപ്പുറത്തെ സൈഡിൽ അതായത് റിട്ടേൺ ഓഫ് ഇൻകത്തിന് പിടിച്ച് ഇവിടെ 262 അല്ലാന്നുണ്ടെങ്കിൽ 267 ആക്കിയിട്ട് മാറ്റി നടത്താം. ഓക്കെ, ദെൻ ഇനി പ്രൊസീജിയർ ഫോർ അസസ്മെൻറ്റ്. അപ്പം പിന്നെ അസസ്മെൻറ്റിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1961 ആക്ടിൽ ഇത് ഒരു അസസ്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സെക്ഷനുകളിലായിട്ട് ഇങ്ങനെ മിക്സപ്പ് ചെയ്ത് കിടക്കായിരുന്നു. അതായത് 142 തൊട്ട് 154 വരെ, 147 നമ്മുടെ 147 അല്ലെങ്കിൽ 148 നോട്ടീസുകൾ, 158 BA 158 BH ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരുന്നു മിക്സപ്പ് ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ പിടിച്ച് 268 തൊട്ട് 301 വരെ, അതായത് അപ്പോൾ ചാപ്റ്റർ 16 മാറ്റുകയാണ്. അപ്പോൾ ചാപ്റ്റർ 16 വരെ എത്തി നമ്മൾ. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ ഈ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നാണ് എല്ലാത്തിനും കൂടി കൺസോൾഡേറ്റ് ചെയ്ത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൽ ഈ ഒരു കൺസോൾഡേഷൻ നടക്കുന്നുണ്ടെന്ന് അർത്ഥം. 2025 ആക്ട് വന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 1-2 സ്ലൈഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കമ്പാരിസൺ നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. ദെൻ അടുത്തതെന്ന് പറയുന്നത് 17, അതായത് ചാപ്റ്റർ 17 എന്ന് പറയുന്നത് ഇത് തന്നെ മൾട്ടിപ്പിൾ സെക്ഷനിൽ 159, അതായത് സ്പെഷ്യൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു സർട്ടൻ പേഴ്സൺസ്. അപ്പോൾ ഇത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഈ ട്രസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് അസസി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫേം അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു അസസ്മെൻ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ പല സ്ഥലത്ത് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കായിരുന്നു. 159 തൊട്ട് 171 വരെ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 11 ട്രസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 11 12 12AB 13 ATG ഇങ്ങനെ പല സ്ഥലത്തായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന സംഭവങ്ങൾ എല്ലാം ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. അതായത് 302 അല്ലാന്നുണ്ടെങ്കിൽ 355, അതായത് ഇതിൽ തന്നെ ഇപ്പോൾ ചാപ്റ്റർ 17 ഒരു ചാപ്റ്റർ 17B എന്നുള്ളൊരു ചാപ്റ്ററാണ് എന്ത്, എക്സ്ക്ലൂസീവായിട്ട് ട്രസ്റ്റിന് വേണ്ടിയിട്ടൊരു ചാപ്റ്റർ കൊണ്ടുവന്നത്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അതിൻ്റെ രജിസ്ട്രേഷൻ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഒരു എക്സ്ക്ലൂസീവ് ചാപ്റ്റർ കൊണ്ടുവന്നു. എനിക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ യൂട്യൂബിൽ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പോഡ്കാസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഒരു മൂവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് കുറച്ചും കൂടി നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നർത്ഥം. ഇത് ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂസീവ് ചാപ്റ്റർ കൊണ്ടുവന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ദെൻ അപ്പീൽസ്, റിവിഷൻസ്, അതുപോലെ തന്നെ ADR ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് റൂളിംഗ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ അപ്പീൽസ്, റിവിഷൻസ് ഇതൊക്കെ വീണ്ടും ഇപ്പുറത്തെ സൈഡിൽ പല സെക്ഷനുകളായിട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു 356 തൊട്ട് 389 വരെ എന്ത് ചെയ്തു, കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അർത്ഥം. പിന്നെ വരുന്നത് കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് ടാക്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ചൊന്നും, അതായത് നമ്മുടെ TDS ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ TDS ഒക്കെ വരുന്നത് ഇവിടെയാണെന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം 1961 ആക്ടിൽ 190 തുടങ്ങുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, 206 എന്ത് ചെയ്യണത്, TCS ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 234G അല്ലെങ്കിൽ 201 206C 220 232 ഇങ്ങനെ പല സെക്ഷനുകളായിട്ടാണ് എന്ത് ചെയ്യണത്, ഇവിടെ കളക്ഷൻ ആൻഡ് റിക്കവറി ഓഫ് TDS. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ TDS ഇപ്പുറത്തെ സൈഡിൽ എങ്ങനെയാണ് വരണമെന്ന് നിങ്ങൾക്ക് അറിയണം. അത്ര വളരെ സിമ്പിളായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതായത് ഇവിടെ 390 തൊട്ട് 430 വരെയാണുള്ളത്. നമുക്കൊന്ന് അടുത്ത സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഭവം. അതായത് TDS എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നേക്കണം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, റീഡബിൾ ആണല്ലോ അല്ലേ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് ചാറ്റിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്യോ, നിങ്ങളെല്ലാവരും ഉറങ്ങിയിട്ടൊന്നുമില്ലല്ലോ. നമ്മൾ TDS കുറിച്ചാണ് പറയുന്നത്. ഓക്കെ അല്ലേ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഞാൻ TDS പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. TDS എന്താ സംഭവിച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ യെസ് അല്ലേ, യെസ് ക്യാൻ റീഡ്. ഓക്കെ, താങ്ക് യു.
ഞാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ TDS നമ്മൾ നേരത്തെ ആ സെക്ഷൻ നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 190 തുടങ്ങി. ഇപ്പോൾ 192 സാലറി വരുന്നു, 93 എന്ത് വരുന്നു, സെക്യൂരിറ്റി വരുന്നു, 194. അപ്പോൾ 194 പിന്നെ തുടങ്ങിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് എന്താ പിന്നെ ഒരു തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെയാണ്. പിന്നെ 194 എന്താ വരുന്നത്, 194A തൊട്ട് പിന്നെ അങ്ങോട്ട് അവിടെ നിന്ന് ABCD എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുന്നു. അവസാനം TS എന്ന് പറഞ്ഞിട്ട് അവസാനം എസ്സിലൊക്കെ വന്ന് അവസാനിക്കുകയാണ് ഈ സംഭവം. അപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ 194 എന്നുള്ള ഒരൊറ്റ സിംഗിൾ സെക്ഷനിലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ, അത് അങ്ങോട്ട് എടുത്ത് സ്ട്രൈറ്റ് അവേ എടുത്ത് കളഞ്ഞു. പക്ഷേ അത് വളരെ മനോഹരമായിട്ടാണ് എടുത്ത് കളഞ്ഞേക്കുന്നത്. കളഞ്ഞേക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ സെക്ഷനേ ഉള്ളൂ TDSന്. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി നോക്കിയേ, ഇത്രയേ ഉള്ളൂ TDS. അതായത് 393 പറഞ്ഞേക്കുന്നത് വെയർ എനി ഇൻകം ഓർ സം ഓഫ് ദ നേച്ചർ സ്പെസിഫൈഡ് ഇൻ കോളം ബി. അതായത് ഇൻകം ടാക്സ് ആക്ടിൽ നമുക്ക് പലപ്പോഴും ഇതേപോലത്തെ ഷെഡ്യൂൾസുകൾ അല്ലെങ്കിൽ ടേബിളുകൾ, ഒരുപാട് ടേബിളുകളും ഷെഡ്യൂളുകളും ഉണ്ട്. അപ്പോൾ TDS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ എക്സംപ്റ്റഡ് ഇൻകം ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അത് എത്ര സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ പറയണമെന്ന് നോക്കൂ. അതായത് നമ്മളിവിടെ TDSൻ്റെ പറഞ്ഞ ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യണ്ട, അതിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ഇത്രയാണെന്ന് ഇങ്ങനെ. അതുകൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളുടെ നമ്പർ ഓഫ് വേർഡ്സ് ഉണ്ടല്ലോ, നമ്പർ ഓഫ് വേർഡ്സ് ഭയങ്കരമായിട്ട് 50% കുറയാൻ വൺ ഓഫ് ദ റീസൺ എന്താണ്, ഈ ഒരു ടേബിളുകൾ വന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ഇപ്പോൾ TDSനെ പറ്റിയിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 393 ആകെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, വെയർ എനി ഇൻകം ഓർ സം ഓഫ് ദ നേച്ചർ സ്പെസിഫൈഡ് ഇൻ കോളം ബി ഓഫ് ദ ടേബിൾ ബിലോ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ടേബിളിൽ ബിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഐറ്റം ഉണ്ട്, ക്രെഡിറ്റഡ് ഓർ പെയ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ എ പേഴ്സൺ സ്പെസിഫൈഡ് ഇൻ കോളം സി. അപ്പോൾ പേയർ ആരാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ പേയറെ പറ്റിയിട്ട് പറയുന്നത് കോളം സിയിലുള്ള ഒരാൾ കോളം ബിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, കാശ് കൊടുക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ബുക്കിൽ ക്രെഡിറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ, അതിനൊരു ത്രഷോൾഡ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ത്രഷോൾഡ് ലിമിറ്റിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ, അതായത് 20,000 രൂപയൊക്കെ ഇപ്പോൾ ഇവിടുത്തെ അതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് ആയിട്ടാണ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ്. ഇപ്പോൾ നമ്മളുടെ 194GH ഒക്കെ വരുന്ന ഐറ്റംസുകൾ. അപ്പോൾ അതിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സേ 20,000 റുപ്പീസിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റേറ്റ് ഇൻ ഫോഴ്സ്, അവിടെ കൊടുക്കും. നിങ്ങൾ ഇത്ര ശതമാനം, 5%, അല്ലാന്നുണ്ടെങ്കിൽ 10%. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്തു, ഈ കാര്യം പറഞ്ഞു നടത്തും. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഇതാണ് അതായത് നമ്മുടെ TDSൻ്റെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 194A തൊട്ട് അല്ലെങ്കിൽ 190 തൊട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാലപ്പടക്കം പോലെ ഉണ്ടായിരുന്ന ആ പ്രൊവിഷൻസിനെ മുഴുവൻ ഈ ഒരൊറ്റ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഒരു ടേബിൾ കൊണ്ടുവന്നു എന്നർത്ഥം. ഇപ്പോൾ ഇവിടെ കമ്മീഷൻ ഓർ ബ്രോക്കറേജ് ഇതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ് റിലേറ്റിംഗ് ടു ഇൻഷുറൻസ് പോളിസീസിൻ്റെ. അപ്പോൾ ഇൻഷുറൻസ് കമ്മീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, എനി പേഴ്സൺ 20,000 ത്രഷോൾഡ് ലിമിറ്റ്. അതേപോലെ തന്നെ ബൈ വേ ഓഫ് കമ്മീഷൻ ഓർ ബ്രോക്കറേജ് റെഫർ ടു സീരിയൽ നമ്പർ, ബ്രോക്കറേജ് ആണെന്നുണ്ടെങ്കിൽ 2% ആണ്, ത്രഷോൾഡ് ലിമിറ്റ് 20,000 ആണ്. ഇനി റെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 2% ആണ്, ത്രഷോൾഡ് ലിമിറ്റ് 50 ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ ഒന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന TDSൻ്റെ വലിയൊരു ടെക്സ്റ്റ് പരിപാടികളുണ്ടല്ലോ, ഇനി അതൊന്നുമില്ല, അതൊക്കെ മാച്ച് കളഞ്ഞോ. അതിന് പകരം ഇത്രയേ ഉള്ളൂ എന്നർത്ഥം. 393 പറയുന്ന ഈ ഒരു കാര്യമുള്ളൂ. പകരം എന്താ സംഭവിച്ചേക്കുന്നത്, പകരം ഇതുപോലെ ടേബിളുകൾ കൊണ്ടുവന്നു എന്നർത്ഥം. ഇങ്ങനെ ടേബിളുകൾ ഇങ്ങനെ താഴത്തേക്ക് പോകുന്നു. അതായത് കാരണം ഒരുപാട് സെക്ഷനുകൾ ഉണ്ടല്ലോ, അപ്പോൾ അതിന് ടേബിളുകൾ വരുന്നു. അതിന് ഇപ്പോൾ ഒരു ടേബിൾ കഴിയുമ്പോൾ എന്തെങ്കിലും അതിൽ എക്സ്പ്ലനേഷൻസോ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് സീരിയൽ നമ്പർ 1 അല്ലാന്നുണ്ടെങ്കിൽ ഐറ്റം നമ്പർ എന്നതിൽ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഇന്നതാണ് സംഭവം എന്ന് അവിടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ ഒരു നോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ്. ഇപ്പോൾ പേയ്മെൻറ്റ് ടു കോൺട്രാക്ടേഴ്സ്, അല്ലാന്നുണ്ടെങ്കിൽ ഫീ ഫോർ പ്രൊഫഷണൽ ടെക്നിക്കൽ സർവീസ്, നമ്മുടെ 194J, അല്ലാന്നുണ്ടെങ്കിൽ 194C ഒക്കെ ഉണ്ടല്ലോ, ആ ഐറ്റംസ്. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇത് റീഡ്രാഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നേക്കണം. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ടേബിളായിട്ട് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് ഈസിയാണ് ഇത് അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ടും അമെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് കുറച്ച് ഈസിയാണെന്നർത്ഥം. നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി, അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെൻറ്റ് ഓക്കെ ആണോ, അതായത് ഈ ഒരു മൂവ്മെൻറ്റ് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് യെസ്, പോസിറ്റീവ് സൈനായിട്ട് തോന്നുന്നുണ്ടോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടില്ലേ ഇത്, ഈസ് ഇറ്റ് യെസ്? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്തേ, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. ഓക്കെ, യെസ് യെസ് യെസ്, ഒരുപാട് യെസ്സുകൾ നമുക്ക് വരുന്നുണ്ട്. ദെൻ അപ്പോൾ നമുക്കിനി
അപ്പോൾ ഇതായിരുന്നു ടി ഡി എസിന് ഇങ്ങനെയാണ് പിടിച്ച് എന്ത് ചെയ്തേക്കുന്നത്, സോൾവ് ചെയ്തേക്കുന്നത്. അപ്പോൾ ടി ഡി എസിൻ്റെ ആ ഒരു കോംപ്ലക്സിറ്റി പ്രൊവിഷൻ ഉണ്ടല്ലോ, അപ്പോൾ ടി ഡി എസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് കോംപ്ലക്സിറ്റിനെ ഇങ്ങനെ പിടിച്ച് അങ്ങോട്ട് അവസാനിപ്പിച്ചു എന്നർത്ഥം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ ടി ഡി എസിന് ഇങ്ങനെയാണ് അവസാനിപ്പിച്ചേക്കുന്നത്. ഇനി നമ്മുടെ ചാപ്റ്റർ കമ്പാരിസൺ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് എന്താ സിവിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ പെനാൽറ്റീസ് ജസ്റ്റ് 270, 271 അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ 439 തൊട്ട് 470 വരെ 2 വരെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഇവിടെ അതായത് ഒഫൻസസ് ആൻഡ് പ്രോസിക്യൂഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ ഇംപ്രിസൺമെൻറ്റ് എന്നൊക്കെ പറയില്ലേ, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ജയിലിൽ എടുക്കാൻ വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനും വകുപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ 275A തൊട്ട് 280D വരെ ഇവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ 473 തൊട്ട് 498 നമ്മളിവിടെ പുതിയ ആക്ടിൽ വരുന്നത്. ഇനി ലാസ്റ്റ് ചാപ്റ്റർ, അതായത് മിസ്സലേനിയസ് എന്ന് പറഞ്ഞിട്ട് 281 തൊട്ട് 295 വരെ അല്ലെങ്കിൽ 298 വരെയായിരുന്നു പഴയ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇവിടെ വന്നിരിക്കുന്നത് 499 തൊട്ട് അവിടെ തൊട്ടാണ് മിസ്സലേനിയസ് തുടങ്ങുന്നത്. 499 തൊട്ട് 536 വരെ, അതായത് 536ാമത്തെ സെക്ഷനോട് കൂടിയിട്ട് നമ്മുടെ നാടകം, നമ്മുടെ പരിപാടി അങ്ങോട്ട് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് തീരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഇങ്ങനെയാണ് പോകുന്നത്. ചാപ്റ്ററുകൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്, പങ്കുവെച്ചേക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ചാപ്റ്ററുകൾ ഇങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത്. നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ദെൻ നമുക്കിനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. നമ്മളപ്പോൾ ഈ 536 ഉണ്ടല്ലോ, ഈ സെക്ഷൻ 536 അതായത് റിപ്പീലിംഗ് പ്രൊവിഷൻ ഉണ്ടല്ലോ, അതായത് അതിൽ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഏപ്രിൽ 2026 മുതൽ ആരില്ല, ഇൻകം ടാക്സ് ആക്ട് 1961 ഇല്ല, അത് ഇറ്റ്സ് ഹാസ് ബീൻ റിപ്പീൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തൊട്ട് ആരാണ്, 2000 ഇൻകം ടാക്സ് ആക്ട് 2025 ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാൾ ഏതാണ്ട് ഇല്ലാതായി നടത്തും എന്ന് പറഞ്ഞാൽ മരിച്ചു പോയി നമുക്ക് വിചാരിക്കാം. ഒരു റെസ്റ്റ് ഇൻ പീസാണ് ഇൻകം ടാക്സ് ആക്ട് 1961. പക്ഷേ അതൊരു വലിയൊരു പക്ഷേയാണ്. പക്ഷേ അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ വിട്ടുപോകുന്നില്ല. നമ്മളൊരു ഒഴിയാബാധയായിട്ട് നിങ്ങളുടെ കൂടെ കൂടുന്ന അർത്ഥം, അല്ലെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവും എന്നർത്ഥം. ഇൻകം ടാക്സ് ആക്ട്, അതായത് ഐ വാസ് ഹിയർ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഐ ആം ഹിയർ, ഞാൻ ഇവിടെ ഇപ്പോഴും ഉണ്ട്, ആൻഡ് ഐ വിൽ ബി ഹിയർ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരിക്കും, എങ്ങോട്ടും പോവില്ല എന്നാണ് ഇൻകം ടാക്സ് ആക്ട് 1961 നമ്മളോട് പറയണത്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായ, അതായത് എന്താണ് സംഭവം നിങ്ങൾക്ക് മനസ്സിലായ? ഈസ് ഇറ്റ് കൺഫ്യൂസിങ്? സംഭവം മനസ്സിലായി? ഈസ് ഇറ്റ് ഓക്കെ? ഈസ് ഇറ്റ്, അതായത് ഇൻകം ടാക്സ് ആക്ടിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിപ്പീലിംഗ് പ്രൊവിഷൻ ഉണ്ടല്ലോ, അതൊന്നും എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് മനസ്സിലാവും. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ GST അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ആക്റ്റുകളെ പോലെ അല്ല ഇവിടെ സംഭവിച്ചേക്കുന്നത്. അതായത് ഇതൊരു കണ്ടിന്യൂറ്റിയിലാണല്ലോ സംഭവങ്ങൾ, കാര്യങ്ങൾ പോകുന്നത്. കുറേ പ്രൊസീഡിങ്സ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പുതിയ ആക്റ്റിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നു എന്നർത്ഥം. ഞാനപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇത് എന്താ സംഭവിക്കണം നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ റിപ്പീൽ ചെയ്തു, അതായത് ഇൻകം ടാക്സ് ആക്ട് റിപ്പീൽ ചെയ്തു, ബട്ട് സ്റ്റിൽ ഗവേൺസ് പാസ്റ്റ് ഇയേഴ്സ്. അപ്പോൾ 1 ഏപ്രിൽ 2026 മുതൽ പുതിയ ആക്ട് വരുന്നു. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, കാരണം കുറേ പ്രൊസീഡിങ്സ് നടക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്തു, അപ്പോൾ ഓൾഡ് ആക്ട് അപ്ലൈസ് ഈവൻ ആഫ്റ്റർ ഇറ്റ് ഈസ് റിപ്പീൽഡ് എന്നാണ്. അതായത് സാധാരണ ഒരു ആക്ട് റിപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവിടെ ആ പഴയ നിയമമുണ്ടല്ലോ, ആ പഴയ നിയമം ആ പഴയ കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, പഴയ കാലഘട്ടത്തിലെ എല്ലാ പീരീഡിലേക്കും അത് അപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. ഞാനതിൻ്റെ കുറച്ച് ഇൻസ്റ്റാൻസസ് നമുക്ക് നോക്കാം. നമ്മുടെ അപ്ഡേറ്റഡ് റിട്ടേൺ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത 4-5 വർഷത്തേക്കൊക്കെ പ്രീവിയസ് 4-5 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റഡ് റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഫിനാൻഷ്യൽ ഇയർ 25-26, അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ ഇയർ 25-26 റിട്ടേൺ ഒരാൾക്ക് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം 2031-32 അസസ്മെൻറ്റ് ഇയർ വരെ എന്ത് ചെയ്യാൻ പറ്റും, ഫയൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആക്റ്റൊക്കെ മാറിപ്പോയി, പക്ഷേ നമ്മൾ 2031-ലും 32-ലും ഒരാളിരുന്നിട്ട് അപ്ഡേറ്റഡ് റിട്ടേൺ 25-26 ഫയൽ ചെയ്യുന്നത് ഏത് ഏത് ആക്ട് പ്രകാരമായിരിക്കും? 1961 ആക്ട് പ്രകാരമായിരിക്കും. അതായത് ഇത് പോയോ എന്ന് ചോദിച്ചാൽ പോയില്ല എന്നർത്ഥം. മാത്രമല്ല നമുക്കിപ്പോൾ ഒരുപാട് പെൻഡിങ് അസസ്മെൻറ്റ്, അപ്പീൽസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസസ്മെൻറ്റ്, റിവിഷൻസ്, ഇതെല്ലാം 1/4/2026 മുമ്പുള്ളതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടിന്യൂ അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1961. അതായത് 1961 ആക്ടിൻ്റെ അണ്ടറിലായിരിക്കും ഇതൊക്കെ നടക്കുക, അല്ലാതെ ഇത് 2026 ആക്ടിലല്ല നടക്കുക. കാരണം അത് പഴയ കാര്യങ്ങളാണെന്ന് അർത്ഥം.
അതുപോലെ തന്നെ പെനാൽറ്റി പ്രോസിക്യൂഷൻ ഇങ്ങനെയൊക്കെയുള്ള പഴയ വർഷങ്ങളിലെ പെനാൽറ്റി പ്രോസിക്യൂഷൻസൊക്കെ എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, അത് സ്റ്റിൽ കണ്ടിന്യൂ അണ്ടർ 1961 ആക്ടിലായിരിക്കും എന്ത് ചെയ്യണത്, കണ്ടിന്യൂ ചെയ്യുന്നത്. ഇനി സെർച്ച് അതുപോലെ തന്നെ 1/4/2026 മുമ്പ് സെർച്ച് നടത്തിയിട്ട് അതിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊസീഡിങ്സോ നടക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ 26 ശേഷമാണെങ്കിൽ പോലും മുമ്പാണ് സെർച്ച് നടത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എപ്പോഴും എന്ത് തന്നെയാണ് ചെയ്യുന്നത്, അതായത് 1961 ആക്ടിൽ തന്നെ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ട് എന്ത് ചെയ്തു, ആക്ട് ഒരു പേരിന് റിപ്പീൽ ചെയ്തിട്ടുണ്ട്, ബട്ട് എലൈവ് ഫോർ അൺറിസോൾവ്ഡ് പാസ്റ്റ് ഇയർ. അപ്പോൾ നമ്മുടെ പഴയ വർഷങ്ങളിൽ അതായത് 2026 മുമ്പുള്ള വർഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ആര് തന്നെയാണ് പരിഹരിക്കാനായിട്ട് പോകുന്നത്, അതൊക്കെ മേൽനോട്ടം വഹിക്കുന്നത് 1961 ആക്ട് തന്നെയാണ്. അതിൽ വേറെ സംശയമൊന്നും വേണ്ട. 2026 അല്ലെങ്കിൽ 2025 ആക്ട് കയറിയിട്ട് അതിൽ ഇടപെടില്ല. അപ്പോൾ സ്റ്റിൽ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു സംഭവം, അതായത് ഇത് തട്ടിപ്പോയോ എന്ന് ചോദിച്ചാൽ തട്ടിപ്പോയി. എന്നാൽ അതിൻ്റെ ഒരു ആത്മാവുണ്ടല്ലോ, 1961 ആത്മാവ് ഏതാണ്ട് 2025 ആക്ടിന് കൂടിയാണ് ഒരുമിച്ച് നടക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് സംഭവം റിപ്പീൽ ചെയ്തു, പക്ഷെ എന്നാലും ഒരുമിച്ച് തന്നെയാണ് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഒരു സെനാരിയോ കേട്ടോ. അപ്പോൾ ഇതൊരു ലെഗസി കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. ഇനി ഇതിൻ്റെ ഒരു അസസിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ വേറെ കുറച്ച് ബെനിഫിറ്റുകളും കൂടി ഉണ്ട് എന്നർത്ഥം. എന്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഓപ്ഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അസസിക്ക് റൈറ്റ്സ് ക്രെഡിറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല, 1961 ആക്ട് പോയി എന്ന് വിചാരിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും അവസാനിക്കണില്ല. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഇതായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയൊരു തമാശ, ചെറിയൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് യൂട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു അസസി ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് വിളിച്ചത്. അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, 50 ലക്ഷം രൂപയും കണ്ട് ഡിമാൻഡ് 1961 ആക്ടിലുണ്ട്. അപ്പോൾ ആൾ വിളിച്ച് ചോദിക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, അപ്പോൾ സാറേ പിന്നെ ഇപ്പോൾ 2025 ആക്ടാണല്ലോ വരാൻ പോകുന്നത്, അപ്പോൾ ഇനിയിപ്പോൾ 1961 ആക്ടിലല്ലേ എനിക്ക് ഡിമാൻഡ് വന്നിരിക്കുന്നത്, അപ്പോൾ ഇനി ആ ഡിമാൻഡൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാണ് ആൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നുമല്ല, അങ്ങനെ ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. ആ ഡിമാൻഡ് മാത്രമല്ല, അതിൻ്റെ ഇൻട്രസ്റ്റ് കൂടി ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് പുതിയ ആക്ട് പ്രകാരം നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് വേറൊരു ആംഗിൾ നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ റൈറ്റ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ളൊരു ആംഗിളിൽ നോക്കുമ്പോൾ അവിടെ നമ്മൾ 1961 ആക്ട് പ്രകാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മാറ്റ് ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ടപ്പിൻ്റെ ഒരു ബെനിഫിറ്റ് എടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഓൾഡ് റെജീം ന്യൂ റെജീം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, 10IA ചിലപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ പഴയ ആക്ട് പ്രകാരമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇതൊക്കെ ഇനി എന്താ സംഭവിക്കാന്നുള്ളത്, ഇനിയിപ്പോൾ നമ്മൾ പുതിയ ആക്ട് വരുന്നു, പുതിയ ആക്ടിൽ പോയിട്ട് ഇനി വീണ്ടും ഈ ഒരു വേറൊരു ഫോം ഫയൽ ചെയ്യണോ എന്നൊക്കെ ഉള്ളൊരു സംശയങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ എക്സംഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ എക്സംഷൻസ് അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ പഴയ ആക്ടിൽ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിനൊന്നും നമ്മളിനി പുതിയ ആക്ടിൽ എന്ത് ചെയ്യുന്നത്, ഫ്രീലി ഒരു സീംലെസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നർത്ഥം. നമ്മുടെ ഈ റിപ്പീൽ സെക്ഷനിലുണ്ടല്ലോ, അതായത് 536 പറഞ്ഞിരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ CBDTയുടെ സർക്കുലാർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻസ്, ഒരുപാട് സർക്കുലാർ നോട്ടിഫിക്കേഷനൊക്കെ 1961 തൊട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം അപ്ലിക്കബിൾ ആണ് അൺലെസ് ദർ ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ ന്യൂ ആക്ട്. അപ്പോൾ 2025 പറഞ്ഞിരിക്കുന്ന ഒരു ഇതായിട്ട് ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അത് പ്രാബല്യത്തിൽ വരാത്തതുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന എന്തൊക്കെയുണ്ടോ സർക്കുലാറോ നോട്ടിഫിക്കേഷൻസോ എല്ലാ സംഭവവും ഇവിടെ ആസ് സച്ച് അതല്ലെങ്കിൽ ആസ് ഗുഡ് ആസ് എന്താണ് അപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. അപ്പോൾ അവിടെയുള്ള സംഭവങ്ങൾ ഇവിടെ ഇനി പുതിയ എന്ത് ചെയ്യില്ല, ഒരു പുതിയ നോട്ടിഫിക്കേഷൻസ് ഒന്നും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറക്കില്ല എന്നർത്ഥം. ഇതൊക്കെ പഴയതിൽ അപ്ലിക്കബിൾ ആണ്. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇൻകം ടാക്സ് ആക്ട് ഒക്കെ വന്നു, ആഗസ്റ്റിന് ശേഷമൊക്കെ വന്നു, പക്ഷേ ഇൻകം ടാക്സ് റൂൾസ് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല, റിലീസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1961 ആക്ട് വന്നത്, പക്ഷേ റൂൾസ് 1962 ആണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു കീഴ്വഴക്കം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാണ്. 2025 ആക്ട് വന്നത്. ഇപ്പോൾ റൂൾസ് എന്തായാലും 2026, അപ്പോൾ ജനുവരി ആയല്ലോ, അപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിനുള്ളിലൊക്കെ എന്ത് തന്നെയായാലും നമ്മൾ ഏപ്രിൽ 1 പ്രതീക്ഷിക്കുക. ഓൾമോസ്റ്റ് ഈ മാസം തന്നെ മിക്കവാറും അതിൻ്റെ ഒരു ഡ്രാഫ്റ്റൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ റൂൾസ് വരുന്നുണ്ട്. പറഞ്ഞു വന്നത് CBDT സർക്കുലർ നോട്ടിഫിക്കേഷൻസ്, ഈ കംപ്ലീറ്റ് സംഭവങ്ങൾ അത് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന അർത്ഥം. അപ്പോൾ നമ്മളുടെ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടാക്സ് പേയറുടെ ആ ഒരു റൈറ്റ് ആർ നോട്ട് റീസെറ്റ്. അത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആക്ട് മാറി എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അതൊന്നും പ്രത്യേകിച്ചൊന്നും പോകുന്നൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രാൻസിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വേറൊരു കാര്യം നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ.
അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് ക്രോസ് ബൗണ്ടറി. അതായത് ഇതാണ് കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം. അതായത് ഇത് രണ്ട് വഞ്ചിയിൽ നമ്മൾ നേരത്തെ നമ്മൾ ഒരു വഞ്ചിയിലായിരുന്നു, അതായത് ഓൾഡ് ആക്ട് അല്ലെങ്കിൽ ന്യൂ ആക്ട് അങ്ങനെയായിരുന്നു. ഇത് പക്ഷെ അങ്ങനെയല്ല. ഇതെന്ന് പറയുന്നത് രണ്ട് വഞ്ചിയിലും കാലിട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ടല്ലോ, അതും വരാൻ സാധ്യതയുണ്ട്. അതായത് ഏപ്രിൽ 2026 ശേഷം നമ്മൾ പുതിയ ആക്റ്റും അറിയണം, പഴയ ആക്റ്റും അറിയണം. ഇനി പുതിയ ആക്റ്റും പഴയ ആക്റ്റും ഒരുമിച്ച് അപ്ലൈ ചെയ്യാനുള്ള സംഭവങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ക്യാപിറ്റൽ ഗെയിന് നമ്മൾ എക്സംഷൻ എടുത്തു എന്ന് വിചാരിക്കും. നമ്മളൊരു എക്സംഷൻ എടുത്തു, പക്ഷേ നമുക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ പ്രിമച്ചുറായിട്ട് ക്ലോസ് ചെയ്തു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള ചില കണ്ടീഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ 25-ലോ 24-ലൊക്കെ നമ്മളൊരു എക്സംഷൻ എടുത്ത് 26-ൽ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും രണ്ട് സ്ഥലത്താണല്ലോ കിടക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ യൂറോപ്പിലൊക്കെ ഉള്ള ചില രാജ്യങ്ങളുടെ ബൗണ്ടറി ഒക്കെ കണ്ടിട്ടുണ്ടാവും. റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ഒരു കാല് ജർമ്മനിയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത കാല് ഫ്രാൻസിൽ വെക്കണ പോലെ. അതേപോലെ നമ്മൾ ഈ ട്രാൻസാക്ഷൻ ഇത് രണ്ടും രണ്ട് സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. അതായത് എക്സംഷൻ എടുത്തത് പഴയ ആക്റ്റിൽ, പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം സംഭവിക്കുന്നത് പ്രിമച്ചുറായിട്ട് ക്ലോസ് ചെയ്യുന്നത് പുതിയ ആക്ടിൻ്റെ സമയത്ത്. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആക്ട് പ്രകാരം എന്താവും, അത് ടാക്സബിൾ ആവും എന്നർത്ഥം. അപ്പോൾ അതേപോലെ തന്നെ കണ്ടീഷണൽ ഡിഡക്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയ ആക്ടിൽ അത് എന്ത് ചെയ്യാണ്, അത് ബൗൺസായി പോവുകയാണ്. അത് നമുക്ക് ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയ ആക്ടിൽ എന്തായിട്ട് മാറും, അത് ടാക്സബിൾ ആയിട്ട് മാറും എന്നർത്ഥം. ഇനി വേറൊരു കാര്യമുള്ളതെന്ന് പറയുന്നത് നമുക്ക് റീഫണ്ട് ഉണ്ട്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് നമുക്ക് പഴയ ആക്ട് പ്രകാരം ഉള്ളൊരു റീഫണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊവിഷൻസ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് പ്രൊവിഷൻസ് എപ്പോഴും പുതിയ ആക്ട് പ്രകാരമായിരിക്കും എന്ത് ചെയ്യുക, ടാക്സബിൾ ആവുക. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പഴയതും പുതിയതും അറ്റ് ദ സെയിം ടൈം അപ്ലിക്കബിൾ ആണെന്ന് അർത്ഥം. ഇനി മാത്രമല്ല, ഇനി റിക്കവറി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് പഴയ ആക്ട് പ്രകാരം ഒരു റിക്കവറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുതിയ ആക്ട് പ്രകാരം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ കാര്യത്തിലൊക്കെ മിടുക്കന്മാരാണ് ഇൻകം ടാക്സുകാർ. അപ്പോൾ അത് പഴയതും പുതിയതും വെച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇവർ റിക്കവർ ചെയ്തോളും. അപ്പോൾ ചില കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ പഴയതിൽ മാത്രമാണ്, ചില കാര്യങ്ങൾ പുതിയതിൽ. അതായത് ഫസ്റ്റ് വൺ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ലെഗസി കൺട്രോളിന് വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആംഗിളിൽ നോക്കുമ്പോഴാണ് അതൊരു ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. സെക്കൻഡ് വണ്ണിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അസസിയുടെ ആംഗിളിൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവം, അതായത് പുതിയ ആക്റ്റും പഴയ ആക്റ്റും അപ്ലിക്കബിൾ ആവാനായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ട് എന്നാണ് നമ്മൾ ലാസ്റ്റ് വൺ കണ്ടത്. ദെൻ ഇനി ഇനി ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ഉണ്ടല്ലോ, നമ്മൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പല സമയത്തും നമ്മൾ കണ്ടിരുന്ന ഒരു പേടിയോടൊക്കെ പലരും കണ്ടിരുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു സംഭവം സെക്ഷൻ 247 ഒരുപാട് അതായത് ആദ്യത്തെ ബില്ല് വന്നതിന് ശേഷം രണ്ടാമത്തെ ബില്ലൊക്കെ വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും അന്ന് ഭയങ്കര ഒരു വിപ്ലവമൊക്കെ ഉണ്ടായിരുന്നു, വലിയ പാർലമെൻറ്റിലൊക്കെ ഭയങ്കര ബഹളങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു എന്ത്, ഈ സെർച്ച് ആൻഡ് സേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് അതായത് ഒരു പ്രൈവസീനെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ എൻഷുർ ചെയ്യുന്ന ഒരാളുടെ ഒരു പ്രൈവസീനെ കയറിയിട്ട് ഇൻകം ടാക്സ് ആക്ട് കയറി എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായിട്ടുള്ള സംഭവമാണ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഇനി ഇൻകം ടാക്സുകാർ കയറി നിരങ്ങുമോ, അതല്ലെങ്കിൽ ഇൻകം ടാക്സുകാർ കയറി അവിടെ ആക്സസ് ചെയ്യുമോ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇത് വലിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഞാനത് നിങ്ങൾക്ക് വിട്ടുതരാണ് ഇതെന്താണ് എന്നുള്ളത്, നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയാൽ മതി. സെക്ഷൻ 247 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്താ സംഭവം വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. 247 സെർച്ച് ആൻഡ് സീസർ വരുന്നത്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കോമ്പറ്റൻ്റ് അതോറിറ്റി ഇൻ കോൺസിക്വൻസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ ഹിസ് പൊസഷൻ ഹാസ് റീസൺ ടു ബിലീവ് ദാറ്റ്. അതായത് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആക്ട് പ്രകാരം, പഴയ ആക്ട് പ്രകാരം, അതായത് 1961 ആക്ടിൽ 142(1) പ്രകാരമോ 131(1) പ്രകാരമോ എന്ത് ചെയ്തേക്കുന്നു, ഒരു സമ്മൺസ് അയക്കുകയാണ്, ഒരു സമ്മൺ അയക്കുകയാണ്. അല്ലെങ്കിൽ 246(1) ഈ ആക്ട് പ്രകാരം 268 ഓഫ് ദിസ് ആക്ട് പ്രകാരം ഒരു സമ്മൺസ് അയക്കുന്നു. എന്താണ് പറയുന്നത്, അതായത് ഒരാൾക്ക് ഒരു 142(1) അല്ലാന്നുണ്ടെങ്കിൽ 131 പഴയ ആക്ട് പ്രകാരം ഇപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നോട്ടീസ് അയക്കും, എന്നിട്ട് പറയുകയാണ് ഇഷ്യൂഡ്, അതായത് വാസ് ഇഷ്യൂഡ് ടു പ്രൊഡ്യൂസ് ഓർ കോസ് ടു ബി പ്രൊഡ്യൂസ്ഡ് എനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ അതർ ഡോക്യുമെൻറ്റ്സ് ഓർ എനി ഇൻഫർമേഷൻ ഇൻ ഇലക്ട്രോണിക് ഫോം ഓർ ഓൺ എ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാസ് ഒമിറ്റഡ് ഓർ ഫെയിൽ ടു പ്രൊഡ്യൂസ്. അതായത് ഒരാളുടെ ഒരു ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാളുടെ അവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് റെക്കോർഡ്സുകളൊക്കെ ഉണ്ട്, അതായത് കുറച്ച് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൊബൈൽ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു, നോട്ടീസ് അയച്ചു, അദ്ദേഹം കൊണ്ടുവന്നില്ല.
അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നോട്ടീസുകളൊക്കെ പലപ്പോഴും അങ്ങനെ പോസ്റ്റലായിട്ടൊന്നുമല്ല അയക്കണത്. ഇതൊക്കെ എന്താ വെച്ചാൽ സംഭവിക്കണത്, ഇതൊക്കെ പോർട്ടലിൽ ഇടുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഇമെയിലായിട്ട് അയക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ ആ ഒരു റിസ്ക് കൂടി നിങ്ങൾ ആലോചിക്കണം. പലപ്പോഴും NRIs ആയിട്ടുള്ള ആളുകളൊക്കെ ഇവർക്ക് അവസാനത്തെ ഡിമാൻഡ് നോട്ടീസ് മാത്രമൊക്കെയാണ് ഇവർ അറിയണത്. അതായത് ഒരു പ്രൊസീഡിങ്സ് ഇപ്പുറത്തെ സൈഡിൽ ഒരു കർട്ടൻ്റെ പിന്നിൽ ഒരുപാട് പ്രൊസീഡിങ്സുകൾ നടക്കുന്നുണ്ട്. 148 നോട്ടീസ് അയക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. അവസാനം ഡിമാൻഡ് വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇവരറിയുന്നത്. അപ്പോൾ അതൊക്കെ ഇവിടെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നിങ്ങൾ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്താൽ മതി ഇത് എവിടം വരേക്ക് എവിടേക്കാണ് ഈ ഈ ഒരു സെക്ഷനൊക്കെ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ തോന്നും നമുക്ക്, ഓക്കെ പഴയ ആക്ടിനെ പിടിച്ച് എന്ത് ചെയ്തേക്കുന്നു, കുറച്ചൊന്ന് പോളിഷായിട്ട് ഇവിടെ വെച്ചേക്കാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ അതിനിടയിൽ നമ്മൾ ഈ വരികൾക്കിടയിലൂടെ വായിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ഒരു സെർച്ച് സീസറിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു നോട്ടീസ് അയക്കുന്നു. മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് അയച്ച് നിങ്ങൾ അറിഞ്ഞു പോലും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടീസ് അയച്ചു, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ല, നിങ്ങൾ സഹകരിച്ചില്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെൻ താഴത്തേക്ക് സെക്ഷൻ 247(1) ഒരു കറക്റ്റ് കണ്ടിന്യൂവേഷൻ അല്ല കേട്ടോ അത്. അതായത് അതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് താഴെ വന്നേക്കുന്നത് ഒരുപാട് ആക്ഷൻസ് വിത്ത് ഒരു പ്രയർ അപ്രൂവൽ. ഇപ്പോൾ ജോയിൻറ്റ് കമ്മീഷണറുടെയോ അല്ലെങ്കിൽ മറ്റ് കമ്മീഷണർമാരുടെയൊക്കെ അപ്രൂവലോട് കൂടിയിട്ട് ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് താഴെ എഴുതിയേക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഇത് 1961 ആക്ടിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ചില കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കാരണം ഡിജിറ്റലൈസേഷൻ വന്നുല്ലോ, അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ കൂട്ടിച്ചേർത്ത കാര്യങ്ങൾ ശരിക്കും നമ്മളൊന്ന് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് ബ്രേക്ക് ഓപ്പൺ ദ ലോക്ക് ഓഫ് എനി ഡോർ, ബോക്സ്, ലോക്കർ, സേഫ്, അൽമിര ഓർ അതർ റിസെപ്റ്റബിൾ ഓർ ഓവർ റൈഡ് ദ ആക്സസ് കോഡ്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഓവർ റൈഡ് ദ ആക്സസ് കോഡ്. അതായത് ഒരു ഫിസിക്കൽ സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂട്ടാണെന്നുണ്ടെങ്കിൽ തല്ലി പൊട്ടിക്കാം. ഗോദ്രേജിൻ്റെ പൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറാൻ പറ്റുക? അവിടെയാണ് എന്ത് വരുന്നത്, ഓവർ റൈഡ് ദ ആക്സസ് കോഡ്. അതായത് നിങ്ങൾ ചിലപ്പോൾ ഒരു യൂസർ ID പാസ്വേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കാം, അതിന് ഓവർ റൈഡ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഓർ ഓവർ റൈഡ് ദ ആക്സസ് കോഡ് ടു എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ എക്സർസൈസിങ് ദ പവേഴ്സ് കൺഫേർഡ് ഇൻ. അതായത് നമ്മൾ 1 പറഞ്ഞിരിക്കുന്ന പവേഴ്സ് വെച്ചിട്ട്, അതായത് കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞിട്ട് ആക്സസ് സച്ച് ബിൽഡിംഗ് പ്ലേസ് എക്സെട്ര ഓർ ആക്സസ് കോഡ് ടു സച്ച് കമ്പ്യൂട്ടർ സിസ്റ്റം ഏസ് ദ കേസ് മേ ബി ഈസ് നോട്ട് അവൈലബിൾ. അപ്പോൾ അത് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്ത് വായിച്ചാൽ മതി ഇത് ഇവിടം വരെ എത്തും എന്നുള്ളത്. ഈസ് ഇറ്റ് എ സീരിയസ് തിങ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈസ് ഇറ്റ് എ സീരിയസ് തിങ്, ഈസ് ഇറ്റ് എ യെസ്? നിങ്ങൾക്ക് ഇതൊരു സീരിയസ് കൺസേൺ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് എവിടം വരെ പോകുന്നുള്ളത്? ഈസ് ഇറ്റ് എ യെസ്? യെസ് യെസ്, ഇറ്റ് ഈസ് എ യെസ്. എനിക്കത് യെസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. അതൊരു സീരിയസ് കൺസേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് പലപ്പോഴും ഇത് എവിടെ ഇവരെ എത്തി നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയൊക്കെയാണ് ഈ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ജസ്റ്റ് മാറി, ഓക്കെ പഴയ സംഭവത്തിന് വളരെ നന്നായിട്ട് ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കാണ് എന്നതിലുപരി ഇങ്ങനെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ഞാനതിൽ കണ്ട് ഒരു സംഭവം എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. മേ ബി നന്നായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഒരു ഗുഡ് ഇൻറ്റൻഷനിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് തിങ്. ഞാൻ അങ്ങനെ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മളത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കീ ചലഞ്ചസ് വിത്തൗട്ട് എ ഡീപ്പ് സ്റ്റഡി. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് നമുക്കങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ട് സംഭവം മാറിയേക്കല്ല ചെയ്തേക്കുന്നത്. ഇതുപോലെ ഉള്ള ചില കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്നർത്ഥം. ചില സിവിയർ ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഇൻകം ടാക്സ് ആക്ട് മാറാൻ പോവാണ്, 2025 വരുന്നു. അപ്പോൾ കാര്യമായിട്ട് മാറുന്നു. അപ്പോൾ നമ്മളൊരു ഡീപ്പ് സ്റ്റഡി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ഇത് മനസ്സിലാക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസിഷൻ്റെ പ്രശ്നങ്ങൾ, പഴയ സംഭവം തന്നെയാണ്, പഴയ നിയമം തന്നെയാണ്, ഒരു ന്യൂ ഓവർലാപ്പൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസിഷൻ ഇയേഴ്സ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ലെഗസി പൊസിഷൻ, അതായത് അതായത് പഴയ സംഭവം ഒരു പുതിയ ഫ്രെയിമിലാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞേക്കണ പോലെ ഒരു വാതിൽ എന്ത് ചെയ്യുന്നു, ഒരു പൂട്ടിട്ടേക്കണ വെച്ചൊരു വാതിൽ എന്താ ലോക്ക്
തള്ളി തുറക്കണ അല്ലെങ്കിൽ പൊട്ടിച്ച് തുറക്കണ പോലെയല്ല ഒരു കമ്പ്യൂട്ടറിൻ്റെ ആക്സസിലേക്ക് പോകുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുക. അതായത് അത് ഭയങ്കര ഒരു വ്യത്യാസം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ലെഗസി പൊസിഷൻസ് നമ്മളൊരു എന്താ നമ്മൾ പറയുന്നു എക്സാക്ട്ലി അതിന് ഒരു ഫിസിക്കലായിട്ടുള്ള സാധനത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന പോലെ തന്നെയാണ് എന്താ ഒരു സോഫ്റ്റ് ഇതിലേക്ക് കയറുന്നത് എന്ന് നമുക്ക് തോന്നാണ്ടെങ്കിൽ പോലും അവിടെയുള്ള ഡാറ്റ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം എന്നർത്ഥം. ചിലപ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടേക്കൊക്കെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് പറയാം. അത് അപ്പോൾ ഈ ഒരു ലെഗസി പൊസിഷൻ ടെസ്റ്റഡ് അണ്ടർ ന്യൂ ഫ്രെയിം വർക്ക് വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാനായിട്ട് സാധ്യതയുണ്ട്. ദെൻ അപ്പോൾ സ്ട്രക്ചർ ചേഞ്ച് ചെയ്തു, പക്ഷേ കൺസെപ്റ്റ് റിമൈൻ സെയിം എന്നുള്ളൊരു ആംഗിളാണ്. സ്ട്രക്ചർ കാര്യമായിട്ട് അവിടെ ഇവിടേക്ക് ആയിട്ടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ പല സ്ഥലത്തും കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട് നടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സർഫേസ് റീഡിങ് ഉണ്ടല്ലോ, ചിലപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കാഷ്വലായിട്ട് വായിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു റോങ് അപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതായത് ഇത് ഞാനിപ്പോൾ നമ്മളീ പറഞ്ഞൊരു ഡിസ്കഷനിൽ നിന്ന് ഈസ് ഇറ്റ് വിൽ ഗോ ടു എ റോങ്, അതായത് നമ്മൾ വളരെ കാഷ്വലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? വളരെ കാഷ്വലായിട്ട് വായിക്കുകയാണെങ്കിൽ ഈസ് ഇറ്റ് യെസ്, നമ്മൾ കാഷ്വലായിട്ട് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രശ്നത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ടോ? ആം ഐ ഓഡിബിൾ? ഈസ് ഇറ്റ് യെസ്? യെസ് യെസ്. അതായത് ഞാൻ ഉദ്ദേശം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വളരെ കാഷ്വലായിട്ട് വായിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നം വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദെൻ ഡു യു വാണ്ട് ടു ലേൺ മോർ? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, നമ്മളിത് ഇൻകം ടാക്സ് ആക്ട് ആയാലും എന്തായാലും ഇതൊരു കണ്ടിന്യൂസ് സ്റ്റഡി ആണെന്ന് അർത്ഥം. നമുക്കെപ്പോഴും കാരണം ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു പ്രാക്ടീസിങ് സൈഡിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഫീസ് എങ്കിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി എവിടെ നിന്നിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് ഫ്രം ജാൻ ടു ഒരു ഏപ്രിൽ മെയ് വരെ ഇൻകം ടാക്സ് അടുത്ത റിട്ടേണൊക്കെ തുടങ്ങുന്നത് ജൂണിലൊക്കെ ആയിരിക്കും ഫോം വരുന്നത് അവൈലബിൾ ആവുന്നത്. അപ്പോൾ ജൂൺ വരെ നമുക്ക് കുറച്ചൊരു സമയം ഉണ്ടെന്ന് അർത്ഥം. ഇറ്റ്സ് എ ഗുഡ് ടൈം ടു ലേൺ, പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള. അപ്പോൾ നിങ്ങൾ പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങളത് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഈസ് ഇറ്റ് യെസ്? പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഈസ് ഇറ്റ് യെസ്? നമുക്കൊന്ന് കുറച്ച് കൂടുതലായിട്ടൊന്ന് പഠിച്ചാലോ? ഇതിപ്പോൾ നമ്മളൊരു ഓവറോൾ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഈസ് ഇറ്റ് യെസ്? ഓക്കെ, ഒരുപാട് യെസ് വരുന്നുണ്ട്, കുറച്ചും കൂടി യെസ്സുകൾ വരട്ടെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാം. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ക്ലാസ്സസ് സെഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ മേ ബി ഞാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം. അപ്പോൾ നമുക്കൊരു ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലേണിംഗ് കമ്മ്യൂണിറ്റിയുടെ കോഴ്സസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡഡ് അല്ല, നമ്മൾ ലൈവ് സെഷൻസ് ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൽ ഒരു ജനുവരി തൊട്ട് നമ്മൾക്ക് ഈ മാസം തൊട്ട് ഇപ്പോൾ തൊട്ട് നമ്മളൊരു ഏപ്രിൽ വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു വീക്കിലി സെഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതുപോലെ തന്നെ ഒരു 1 അവർ അല്ലെങ്കിൽ 1.5 അവർ ഉണ്ടായിരിക്കും. നമ്മൾ ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് ഫ്രം ദ സ്റ്റാർട്ട് തൊട്ട് അവസാനം വരെ 536 സെക്ഷൻ വരെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചില കേസുകൾക്ക് നമുക്ക് ഒട്ടും റിലവൻ്റ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും. നമുക്കൊരു ഓൺ എ ഡെയിലി നമ്മുടെ ഒരു പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ്ലി 100% നമ്മൾ ക്ലിയർ ചെയ്യും, നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ ചെയ്യുക, അതായത് ഇൻകം ടാക്സ് ആക്ട് ലേണിംഗ് കമ്മ്യൂണിറ്റി നമുക്കുണ്ട് ഓൾറെഡി. ഇപ്പം അത് മാത്രമല്ല നമുക്കൊരു ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും ടാക്സ് ടോക്സ് കമ്മ്യൂണിറ്റികൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിൻ്റെ സമയത്തൊക്കെ അതിലുണ്ടായിരുന്ന ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ ടാക്സ് ടോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിലിതുപോലെ തന്നെ ഒരു 1.5 അവേഴ്സിൻ്റെ സെഷൻസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട്, അതായത് ഞാനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അറിയാം, ഞാനെപ്പോഴും ഒരു AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ വളരെ എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലാണ്. അപ്പോൾ AI ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. AIയുടെ ഒരു ബേസിക് കോഴ്സ് നമ്മളിപ്പോൾ സ്ട്രക്ചേർഡ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 ഡേ വർക്ക്ഷോപ്പ് AI ഫോർ അക്കൗണ്ടൻസ് ആണ്. അപ്പോൾ നമ്മളുടെ AIയുടെ അഡ്വാൻസ്ഡ് ആയിട്ടും AIയുടെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് സെഷൻസുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുന്ന, അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ നമ്മുടെ ഒരു ലേണിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട്. അവിടെ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ഇപ്പുറത്തുള്ള നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. ഒരുപാട് സെഷൻസാണ്, ഒരുപാട് ക്ലാസ്സസാണ് നമ്മൾ അവിടെ വന്നിരിക്കുന്നത്.
ഓക്കെ. അപ്പോൾ ഇത് ഡെഫിനിറ്റ്ലി ഇതൊരു നമുക്കൊരു ജനുവരി തൊട്ട് ഏപ്രിൽ വരെ പോകുന്ന ഏകദേശം ഒരു 1 അവറൊക്കെ വെച്ചിട്ട് നമ്മൾ പോകുമ്പോൾ അത്യാവശ്യം കുറച്ച് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ് അത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസിങ് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ എൻ്റെ ഒരു ജനറൽ പ്രൈസിങ് ഞാൻ എങ്ങനെയാണെന്നൊന്ന് പറയും. അതായത് നോർമലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പുറത്തെ സൈഡിലുള്ള ഇത്രയും ആ ഒരു കോഴ്സ് ബണ്ടിലുകൾ ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ ഒരു 10,000 അടുത്ത് വാല്യൂ ഉള്ള ഒരു സംഭവങ്ങളാണ് ഇത്. ഞാൻ ഇതിൻ്റെ ഇതാ പറയുന്നത്, ഞാൻ അതിൻ്റെ ഒരു പ്രൈസിങ്ങിലേക്കാണ് വരുന്നത്. നമ്മളുടെ ഇൻകം ടാക്സ് ആക്ട് 2025 നമ്മളൊരു മന്ത്ലി 2,500 വെച്ച് നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ തന്നെ 10,000 അടുത്ത് എത്തും. നമ്മളൊരു 4 മാസം കൂടി നമ്മളിനി കവർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10,000 അടുത്ത്. പക്ഷേ നമ്മൾ അത്രയ്ക്കൊന്നും ഇടാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള, കാരണം ഇൻകം ടാക്സ് ആക്ട് വളരെ എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു ഒരൊറ്റ ഇൻറ്റൻഷനോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യണത്, ഇങ്ങനൊരു സംഭവം ചെയ്യണത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നിങ്ങളുടെ ക്യാമറ എടുത്ത് സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ സർപ്രൈസ് എത്രയാണ് നമ്മൾ എല്ലാവരിലേക്ക് എത്തണം എന്നതുകൊണ്ട് തന്നെ വളരെ ചെറിയൊരു എമൗണ്ട്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു എമൗണ്ടാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിറ്റി മെമ്പർഷിപ്പിന് ഇട്ടത്. ദെൻ അപ്പോൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇറ്റ് ഈസ് നോട്ട് 10,000, ഇറ്റ് ഈസ് ഓൺലി 2,999 എന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഈ ഒരു മെമ്പർഷിപ്പ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനതിൻ്റെ ഈ കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഇതിലേക്ക് ഇടാം. എല്ലാം ഇനി AI ആയതുകൊണ്ട് ഇതൊക്കെ പഠിക്കണം. AI ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ പോരെ, ഒരു സംശയമാണ്. അതായത് AI എന്ന് പറയണത്, ഇപ്പോൾ ബാബു ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാനിവിടെ ജസ്റ്റ് നമുക്ക് സ്കാൻ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ചാറ്റിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. എ ഐ എ ഐ ഈസ് എ ഡിഫറെൻറ്റ് തിങ് ബാബു. അതായത് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ജനറേറ്റീവ് എയുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡൊമൈൻ നോളേജ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നർത്ഥം. അതായത് ഞാനൊരു എക്സാമ്പിൾ പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് ഈ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ്ലി AI വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു മിസ്സിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കാരണം ഞാൻ ഇൻകം ടാക്സ് എനിക്ക് അറിയാവുന്ന കാരണം എനിക്ക് വായിച്ച് നോക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ ഒരു മിസ്സിങ് ഉണ്ടെന്നുള്ളത്. നേരെ മറിച്ച് എനിക്ക് വേറൊരു ഡൊമൈനിൽ പോയിട്ട് AI നോളജ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്നർത്ഥം. പക്ഷേ എനിക്ക് ന്യൂറോ സർജറിനെ പറ്റിയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നു വെച്ചാൽ AI കുറച്ച് ഡാറ്റ തരും. പക്ഷെ അത് വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ ഡൊമൈൻ നോളജ് ഇല്ല. ഞാനിപ്പോൾ ബാബു ചോദിച്ചാലുള്ളൊരു ആൻസർ ഇതാണ്. അതായത് AI എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഡൊമൈൻ നോളേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ. ഇപ്പോൾ എനിക്ക് ഇൻകം ടാക്സിൽ എനിക്കൊരു നോളേജ് ഉള്ളത് 10 ആണെന്ന് വിചാരിക്കും. AI വേണമെങ്കിൽ നിങ്ങൾ AI പഠിക്കുമ്പോൾ അതിന് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു നോളേജ് ബേസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതിനെയാണ് എന്ത് ചെയ്യുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യുള്ളൂ എന്നർത്ഥം. നേരെ മറിച്ച് എനിക്ക് ന്യൂറോ സർജറിയിൽ എനിക്ക് 0 ആണ് എൻ്റെ വാല്യൂ. അപ്പോൾ ഞാൻ AI വെച്ചിട്ട് പ്രത്യേകിച്ച് എനിക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയിക്കുക എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ ഡൊമൈൻ നോളേജ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കൊരു കാര്യം പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ AI ഒരു മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റിലേ എടുക്കുകയുള്ളൂ. ന്യൂ സ്കീം ഓൾഡ് സ്കീം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല. ന്യൂ സ്കീം ഓൾഡ് സ്കീമൊക്കെ പഴയ പോലെ തന്നെയാണ് പുതിയ ആക്റ്റിലും വന്നിരിക്കുന്നത്. അങ്ങനെ വേറെ കാര്യമായിട്ടത്ര ഡിഫറൻസസ് വന്നിട്ടില്ല. സെക്ഷൻസിൻ്റെ നമ്പറുകൾ മാറി. ഇനി മേ ബി ഇപ്പോൾ ബഡ്ജറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ ബഡ്ജറ്റായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട്, ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞാനതിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരത്തെ ഇത് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ കോഴ്സസ്. അപ്പോൾ ഇതാണ് ഇൻകം ടാക്സ് ആക്ട് 2025 നമ്മൾ ഓൾറെഡി കോഴ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലൈവ് സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഓൾറെഡി നമ്മൾ
ടാക്സ് ടോക്സിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ചാപ്റ്റേഴ്സുകൾ, അതായത് ഉണ്ടായിരുന്ന നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ടാക്സ് ടോക്സുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ദെൻ നമ്മൾ അടുത്ത നെക്സ്റ്റ് വീക്ക് തൊട്ട് നമ്മളിനി ഇൻകം ടാക്സ് ആക്ടിൻ്റെ പുതിയ നമ്മൾ ലൈവ് സെഷൻസ് തുടങ്ങുമ്പോൾ അതുകൂടെ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അതിലൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ, അതായത് ആക്ച്വലി റെക്കോർഡഡ് സെഷൻസ് അല്ല, നമ്മളെപ്പോഴും ലൈവ് സെഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് മിസ്സായി പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റെക്കോർഡ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് റെക്കോർഡ് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ആണ് നമ്മൾ ഉണ്ടായിരിക്കുക, വീക്കിലി ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുണ്ടായിരിക്കും. റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും എന്നർത്ഥം. റെക്കോർഡ്സിൻ്റെ എനിക്ക് മൊബൈലിലേക്കൊക്കെയാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നത്. ചാറ്റിലേക്ക് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ചെയ്യാം. എത്ര നാൾ, അതായത് ഈ റെക്കോർഡ്സ് എത്ര നാൾ ഉണ്ടായിരിക്കും, നമ്മളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ലൈഫ് ടൈം ആക്സസ് ആണ് നമ്മൾ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കാറ്. അപ്പോൾ അത് കാരണം തന്നെ വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലാസ്സസൊക്കെ എപ്പോഴും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നിങ്ങൾക്ക് ഒരു പല സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് പോലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സ്പയർ ആയിട്ട് പോവില്ല. യു ക്യാൻ ആക്സസ് ഇറ്റ് ലൈഫ് ടൈം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. 2000 കാസിം, അതായത് കാസിം ചോദിച്ചേക്കുന്നത് വിൽ കവർ ഓൾ ദ സെക്ഷൻസ് ഓഫ് ഓർ ഓൺലി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അല്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസും നമ്മൾ കവർ ചെയ്യും. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില കേസുകൾ ഇപ്പോൾ നമുക്ക് ഒട്ടും റെലവൻ്റ് അല്ല, നമ്മുടെ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒട്ടും റെലവൻ്റ് അല്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കവർ ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യും. വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന 99 അല്ലെങ്കിൽ 100% നമ്മൾ കവർ ചെയ്യും. നമ്മുടെ ഒരു ഡെയിലി ലൈഫായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യും അർത്ഥം. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. QR കോഡ് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ ഷെയർ ചെയ്തിടാം. തീർച്ചയായിട്ടും ഞാനതിൻ്റെ ലിങ്കും കൂടി ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ അയച്ചിടാം. എനിക്ക് തോന്നുന്നു പല ആളുകളും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവർക്ക് മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ അയക്കാം. അപ്പോൾ ഇതിലുള്ള ആളുകളുടെ ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ജോയിൻ ചെയ്ത ആളുകളുടെ. അപ്പോൾ ഞാനവിടെ ഷെയർ ചെയ്തിടാം. ഡെഫിനറ്റ്ലി ഞാനതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ലിങ്ക് ഞാനവിടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ, ഇതാണ് നമ്മളുടെ ലിങ്ക് വരുന്നത്, ആ ലിങ്ക് ഞാൻ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലും ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് ടൈം ആൻഡ് ഡ്യൂറേഷൻ വരുന്നത് നോർമലി നമുക്ക് സിന്ധു ഓൾറെഡി ഫ്രീഡം ക്ലബ്ബിലുള്ള കാരണം നമുക്ക് 1-2 കമ്മ്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഫ്രൈഡേ നമുക്ക് ഓൾറെഡി ഒരു വേറെ ക്ലാസ്സസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി നമ്മൾ വയ്ക്കാം ഒന്നുകിൽ വെനസ്ഡേ അല്ലെങ്കിൽ തേഴ്സ്ഡേ ആയിരിക്കും നമ്മൾ വയ്ക്കുക. അതൊരു 1 to സാധാരണ 8 മണിക്കായിരിക്കും, ഇതുപോലെ 7 മണിക്കായിരിക്കില്ല നമ്മൾ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. 8 മണിക്കായിരിക്കും നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. 8 to 9, 9:30 പരമാവധി 9:30 വരെയൊക്കെ ആയിരിക്കാം നമ്മൾ ക്ലാസ് പോകാനായിട്ട് സാധ്യതയുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മൾ. ഇപ്പോൾ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് ടൈം ഇങ്ങനെയാണ്. നമുക്ക് റെക്കോർഡ്സ് അവൈലബിൾ ആണ് എന്നർത്ഥം. നിങ്ങൾക്ക് പലപ്പോഴും ചിലപ്പോൾ പല ബുദ്ധിമുട്ടുകളും, കാരണം ചിലപ്പോൾ എല്ലാവർക്കും എല്ലാ ക്ലാസ്സും ചിലപ്പോൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ നമ്മൾ ഓൾറെഡി നമ്മൾ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ അതിൻ്റെ റെക്കോർഡ്സ് നമ്മൾ ഇടും. അപ്പോൾ റെക്കോർഡ്സ് അവൈലബിൾ ആയിരിക്കും. ദെൻ ഞാനതിൻ്റെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത്. ഇൻകം ടാക്സ് ആക്ട് 2025 നമ്മൾ ഇതിലായിരിക്കും നമ്മൾ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യണത്. AI ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് AI ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. പ്രത്യേകിച്ച് നിങ്ങൾ എത്ര പേര് AI യൂസ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഞാനൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നിങ്ങൾ എത്ര പേര് AI യൂസ് ചെയ്യുന്നുണ്ട്? കാരണം ഞാൻ എൻ്റെ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് അത്രയും കാസിം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാസിമിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ലവ് ടു ടോക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാസിം എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. കാസിം മൈക്ക് ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സാറ് AI യൂസ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോളേ പറഞ്ഞോളൂ. കേൾക്കണല്ലേ സാർ?
കേൾക്കുന്നുണ്ട് കാസിം, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എ ഐ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് റൈസ് ചെയ്താണ്. ഓക്കെ ഓക്കെ. ശരി ശരി. പിന്നെ നമ്മൾ ഈ ഒരു സംശയം ചോദിക്കാനുള്ളതേ, പറഞ്ഞോളൂ. ഇപ്പോൾ ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ആ ഇപ്പോൾ കോർപ്പറേറ്റ് ലോയിലാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അപ്പോൾ നമ്മൾ ഈ ടാക്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷനും സാറ് കവർ ചെയ്യുള്ളൂ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കവർ ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബിസിനസ് ട്രസ്റ്റിൻ്റെ എക്സംഷൻ അല്ലാന്നുണ്ടെങ്കിൽ ഏതോ ഒരു ഫോറിൻ കമ്പനിയുടെ എക്സംഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമുക്ക് ഒട്ടും അതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കാം, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ സെക്ഷൻസും നമ്മൾ കവർ ചെയ്യും ഇതിൽ ഓക്കെ, പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന പോയിന്റ് ഓഫ് വ്യൂല് എല്ലാം. ഇൻകം ടാക്സ് ആക്ടിൽ പ്രാക്ടീസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ സെക്ഷൻസും നമ്മൾ കവർ ചെയ്യും. നമുക്ക് ഓക്കെ. സമയമുണ്ടല്ലോ, ഫ്രം ജാനുവരി തൊട്ട് ഏപ്രിൽ വരെ നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ ജാൻ ഫെബ് ഏകദേശം ഒരു 4 മാസത്തോളം ഉണ്ട്. 4 മാസം 4 സൺഡേ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മീൻസ് 4 വീക്ക്ലി ഡേയ്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 16 അത്യാവശ്യം അത്യാവശ്യം നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. നമുക്ക് കവർ ചെയ്യാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമും നമുക്കുണ്ട് അതിനിടയിൽ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ സെഷൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും ഈസ് ഇറ്റ് യൂസ്ഫുൾ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു യെസ് നിങ്ങൾ ഞാനൊന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് യൂസ്ഫുൾ, യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ അതോ? യെസ് യെസ് യെസ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരുന്നു. ഞാനൊരു പ്രാക്ടീസിങ് സൈഡിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു ആംഗിളിലാണ് നമ്മൾ എടുത്തത്, സെഷൻ എടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും ഓക്കെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ സുരേഷ് മംഗലത്ത് സാർ ഓവറോൾ സാർ, ഗുഡ് ഈവനിങ് സാർ. എൻ്റെ വലിയൊരു ഫോളോവറാണ്, വെൽവിഷറാണ് സുരേഷ് സാർ. അപർണ യെസ് യെസ്. ലിനോ ആലപ്പാടൻ, ലിനോ യെസ്. ഷെൽസൺ ഓക്കെ. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്നറിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. കാരണം നമ്മളിപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ യൂട്യൂബിലും ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇടാറുണ്ട്. മിക്കവാറും ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതിൻ്റെ റെക്കോർഡിംഗ് കൂടി ഞാനവിടെ യൂട്യൂബിൽ ഷെയർ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും കണക്റ്റഡ് ആയിട്ടിരിക്കുക. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. പിന്നെ ഒരു മാറ്റർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ ജേണി ഓഫ് 1000 മൈൽസ് ബിഗിൻ വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ്. അപ്പോൾ ആ ഒരു സിംഗിൾ സ്റ്റെപ്പ് നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് അറ്റ്ലീസ്റ്റ് ഇൻകം ടാക്സ് ആക്ട് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് പോർഷനൊക്കെ ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ദെൻ ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി, നമ്മൾ പറഞ്ഞേക്കട്ട് ഒരു 10 മിനിറ്റ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉള്ള സെഷൻസുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ അറിയിക്കാം, അപ്ഡേറ്റ് ചെയ്യാം. PDF കിട്ടും കേട്ടോ, ഞാൻ അയച്ചു തരാം. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം കേട്ടോ. ഇൻകം ടാക്സ് ആക്ട് 2000 ഞാൻ 3 ഫയൽസും ഞാൻ അയച്ചു തരാം. 1961 ഉണ്ട്. നമ്മൾ ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് 3 ഫയൽസാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് 1961 ആക്ട്, കാരണം കമ്പാരിസണ് ഈ കോഴ്സസിൽ ഒരുപാട് ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഷെൽസൺ. അതായത് അത്രയധികം ക്ലാസ്സസ്, അതായത് എയുടെ ഒരു ബേസിക് കോഴ്സ് ഉണ്ട്, ദെൻ അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ആളുകൾ വർക്ക്ഷോപ്പിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോൾ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം അവൈലബിൾ ആണ്. ഇതുവരെ നമ്മൾ ആയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഞാൻ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. അത്രയധികം കാര്യങ്ങളാണ് യിൽ നടക്കുന്നത്. അപ്പോൾ കോഴ്സ് എനിക്ക് തോന്നുന്നത് കോഴ്സിൻ്റെ ഒരു ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മോർ ദാൻ 20 അവേഴ്സ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അതിൻ്റെ എല്ലാ ടൈമും അതിൻ്റെ ഒരു റെക്കോർഡഡ് കണ്ടൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളെ ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം എന്നാണ് നമ്മുടെ അടുത്ത സെഷൻസ് എന്നുള്ളത് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം. അതിലൊരു കമ്മ്യൂണിറ്റി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലായിരിക്കും നോർമലി നമ്മളുടെ ഈ ഒരു മെത്തേഡ് പ്രകാരം തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ആപ്പ് ഉണ്ട്. അപ്പോൾ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാം. അതെല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഇമെയിലുകൾ വന്ന പോലെ നിങ്ങൾക്ക് ഓരോ മീറ്റിങ്ങിനും നിങ്ങൾക്ക് ഇമെയിൽസുകൾ വരും. ക്യു ആർ കോഡ് ഞാൻ വാട്സപ്പിൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. വാട്സപ്പിൽ ഞാൻ ആ ലിങ്ക് ഇട്ടിട്ടുണ്ട് സിന്ധു, അതായത് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട്. നന്ദകുമാർ, ഓക്കെ നന്ദകുമാർ സാർ, താങ്ക് യു. നന്ദകുമാർ സാർ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു. സിന്ധു ജോയിൻ, ഷെൽസൺ ജോയിൻ ചെയ്യുന്നു എന്ന് പറയുന്നു.
കാർത്തിക രാജ്, ഞാൻ ഇൻകം ടാക്സ് ആക്ട് ഞാൻ കാർത്തിക രാജ് ഓൾറെഡി ജോയിൻ ചെയ്തു എന്ന് പറയുന്നു. ഞാൻ ഇൻകം ടാക്സ് ആക്ട് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് അതായിരുന്നു. നമ്മുടെ ഞാനിത് ഈ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഇൻകം ടാക്സ് ആക്ട് 1961, പിന്നെ 2025 ആക്ട്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കമ്പൈലേഷൻ ഉണ്ടായിരുന്നു. അതിൽ ആ പഴയ ആക്ടിൽ നിന്ന് പുതിയ ആക്ടിലേക്ക് എങ്ങനെയാണ് ഓരോ സെക്ഷനും എങ്ങനെയാണ് മാപ്പ് ചെയ്തേക്കണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ 3 ഫയൽസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ 3 ഞാൻ നമുക്ക് ഇവിടെ ഷെയർ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യാം. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിന് മുൻപ് ഇൻകം ടാക്സിൻ്റെ 2025 ഒരു കൊച്ചൊരു പോർഷൻ, സെക്ഷൻ 4 അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചൊരു പോർഷൻ വായിച്ചിട്ട് കിടന്ന് ഉറങ്ങാം. നമ്മൾ ഇന്ന് ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളിന്ന് വെച്ചിട്ട് പോവാം. ഓക്കെ, ദെൻ സി യു, ഗുഡ് നൈറ്റ്.